Have any questions? ഞാൻ കുറേ അസൈൻമെന്റ്സ് ചെയ്തിരുന്നു. നിങ്ങൾ നോക്കണം, പഠിക്കണം, പറയണം. Come to the back. എന്തെങ്കിലും യു ഷുഡ് ആസ്ക് സം ക്വസ്റ്റ്യൻസ്. കുറെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് വരണം എന്ന് പറഞ്ഞിരുന്നു. ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് വന്നാൽ ചോദിച്ച ഉത്തരം പറയാം. Come on. നിങ്ങൾ എന്താ പിള്ളേരെ ഇങ്ങനെ? നിങ്ങളുടെ ടീച്ചർമാർ ഇങ്ങനെയാണോ പഠിപ്പിക്കുക? നിങ്ങളെ വന്ന് ക്ലാസ് കഴിഞ്ഞ് ബ്ല 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 പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. Ask some questions. എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുക. വന്നു കഴിഞ്ഞാൽ വെറുതെ നിങ്ങൾ അന്യോന്യം വർത്താനം പറയുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഞാനിവിടെ വരുമ്പോ എല്ലാരും അന്യോന്യം വർത്താനം പറയുന്നതാണ്. ഒരു സൈലൻസും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് കുറെ പറയാനുണ്ട്. പക്ഷെ ആരോടാ പറയാനുള്ളത്? തൊട്ടടുത്തിരിക്കുന്ന ആളോട്. വൈ കോണ്ട് യു സ്പീക്ക് ടു മീ? ആർക്കും തെളിയിച്ചോളാം. ज्योति परम ज्योति दीप ज्योति परम ज्योति दीप ज्योत जनार्दना दीपो हरतु मे पापम् दीपज्योतिर्नमोऽस्तुते शुभं करोतु कल्याणम् आरोग्यं सुखसम्पदा द्वेषबुद्धिविनाशाय आत्मज्योतिर्नमोऽस्तुते आत्मज्योति प्रदीप्ताय ब्रह्मज्योतिर्नमोऽस्तुते ब्रह्मज्योति प्रदीप्ताय गुरुज्योतिर्नमोऽस्तुते। मातृ प्रणाम। 1 2 3। Yeah. Doctor, how do we learn things instead of studying? ഏത് സബ്ജക്റ്റാ പഠിക്കേണ്ടത്? Which one? In general. No. Every subject has got ഈ ടീച്ചിങ് മെത്തഡോളജി എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്ന് പഠിപ്പിക്കും. അത് ഓരോ സബ്ജക്റ്റിനും ഡിഫറെൻ്റ് ആണ്. ഹിസ്റ്ററി പഠിക്കുന്ന വിധത്തിൽ മാത്തമാറ്റിക്സ് പഠിക്കാൻ പറ്റില്ല. മാത്തമാറ്റിക്സ് പഠിക്കുന്നത് പോലെയല്ല. ഇപ്പോൾ ഇവര് നാമം ചൊല്ലി കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥം ഓരോ വരിയും അറിയും. സോ ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം. നിങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. മനസ്സിലാവുന്നുണ്ട്? അത് ചൊല്ലുമ്പോൾ ആ ചൊല്ലുന്ന കേട്ടാൽ അറിയാം വെറുതെ ഇങ്ങനെ പഠിച്ചു ചൊല്ലുന്നതാണോ അല്ല മനസ്സിൽ അറിഞ്ഞു ചൊല്ലുന്നതാണോ. അപ്പൊ നമ്മളൊരാൾ എന്തെങ്കിലും ഒരു സ്പീച്ച് എവിടുന്നോ എഴുതി വായിച്ച് ചെയ്യുന്നതും മനസ്സിൽ നിന്ന് പറയുന്നതും തമ്മിൽ കേട്ടാൽ മനസ്സിലാവില്ലേ? അല്ലേ? ഓരോ വാക്കുകൾ ആ ശ്ലോകം എടുത്തിട്ട് ഓരോ വാക്കുകളൊന്നും എടുത്തു നോക്കും. അത് പഠിക്കാനുള്ള താല്പര്യം. അപ്പൊ എങ്ങനെയാ പഠിക്കുക എന്ന് പറയുന്നതിന് ആദ്യം എന്താ വേണ്ടത്? പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. എപ്പോഴാ പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുമോ?
ഉണ്ടാവോ? ഇൻട്രസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല. കാരണം ഇന്നലെ ഞാൻ പോയി ഒരാളും ഒരു മെസ്സേജ് അയച്ചിട്ടില്ല, എൻ്റെ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഹീനം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയാണ്. നമ്മൾ ഒരു ദിവസം ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെനക്കെട്ടിട്ട് ഞാൻ വന്ന് നിൽക്കല്ലേ. ഒരു ആത്മാർത്ഥത എന്ന് പറഞ്ഞൊരു വാക്കുണ്ടാവില്ലേ? ഉണ്ടാവില്ല. ഇന്നലെ കുറേ ബുക്സ് ഇവിടെ വെച്ചു. അതിലൊരു ബുക്ക് ഒന്ന് നോക്കുമോ, എനിക്കത് കാണാൻ പറ്റുമോ? ഒരു താല്പര്യമില്ല. നിങ്ങളെല്ലാം കുറ്റം പറയണം. ഐ ആം നോട്ട് ഫൈൻഡിങ് ഫോൾട്ട് വിത്ത് യു. നിങ്ങളെ കുറ്റം പറയാനേ അല്ല ഞാൻ വന്നത്, അങ്ങനെ ആഗ്രഹിച്ചിട്ടുമല്ല വരുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ മക്കളൊന്നും പല സ്ഥലത്തും എത്താത്തത്. ആഗ്രഹമാണ് ഉണ്ടാവേണ്ടത്. ആദ്യം പഠിക്കാനുള്ള മെത്തഡോളജി എന്ന് പറയുന്നത് ആദ്യ ആഗ്രഹമാണ്. ഇപ്പം ഞാൻ എല്ലാ ദിവസവും നാമം കേൾക്കണം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയണ്ടേ? ഒരാഗ്രഹം ഉണ്ടാവണ്ടേ? മൃഗങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. ഉണ്ടാവും. മനുഷ്യന്റെ ഗുണം എന്താ? അത് ചിന്തിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവലാണ്. മനസ്സിലായോ? അത് നിങ്ങളെ കുറ്റം പറയാനായെന്ന് വിചാരിക്കരുത്. ഇറ്റ്സ് നോട്ട് ഫോർ യു. നമ്മുടെ സിസ്റ്റം അങ്ങനെ ആയിപ്പോയി എന്നുള്ളത്. പക്ഷെ അതിൽ നിന്ന് കുറച്ച് പേരെങ്കിലും മാറ്റി. ഇപ്പൊ ഈ ക്ലാസ്സിൽ ഇപ്പം 60 പേര് 70 പേരുണ്ട്. 2 പേരെങ്കിലും മാറിയാൽ ഞാൻ സമയം ചെലവഴിച്ചത് ധന്യമായി എന്ന് വിചാരിക്കും. നിങ്ങൾ വളരെ റിച്വലിസ്റ്റിക് ആണ്. കൃത്യമായിട്ട് ആരോ പറഞ്ഞു തന്നത് ഇങ്ങനെ പോകുന്ന പാവ പോലെയാണ്. ആരെങ്കിലും വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. ടീച്ചേഴ്സ് വരുമ്പോൾ ഒരർത്ഥമില്ല. വേസ്റ്റ് ഓഫ് ടൈമാണ്, വേസ്റ്റ് ഓഫ് യുവർ എനർജി. ബഹുമാനം എന്ന് പറയുന്നത് എഴുന്നേറ്റ് നിന്നിട്ടല്ല കാണിക്കേണ്ടത്. അത് പുതിയതായതുകൊണ്ടാണ്, നിങ്ങൾക്കത് ശീലമില്ലാത്തതുകൊണ്ടാണ് കേൾക്കുമ്പോൾ ഒരു ശരിയല്ലാന്ന് തോന്നുന്നു. ദീപം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ചൊല്ലിയതിൽ കുറെ ദീപം 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 എന്നുള്ള വാക്കില്ലേ? എന്താണ് ദീപം? പറയേ, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. അതെന്തിലാ ഉണ്ടാവുക? ഇപ്പൊ എന്താ ചെയ്തത് ഇപ്പൊ അവിടെ കർമ്മം? വിളക്ക് കത്തിച്ചു എന്ന് പറഞ്ഞു, ചിലര് കൊളുത്തി എന്ന് പറഞ്ഞു. വിളക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ആ മെറ്റലിന്റെ സാധനത്തിനല്ലേ വിളക്ക് എന്ന് പറയാം. അതാണോ നമ്മൾ കത്തിച്ചത്? അതാണോ തെളിയിച്ചത്? അപ്പൊ വിളക്കാണോ തെളിയിക്കണത്? ഇപ്പൊ തിരിയാണ് കൊളുത്തുന്നത്, ആണോ അല്ലയോ? ഉത്തരം പറയും മക്കളെ. അപ്പൊ തിരി കൊളുത്താൻ പറ്റുമോ വിളക്കില്ലാണ്ട്? അപ്പൊ വിളക്ക് എന്ന് പറയുന്നത് ഒരു സാക്ഷി മാത്രമാണ്. ഓക്കെ, നിങ്ങളിപ്പോ ഈ ക്ലാസ്സിൽ ഇരിക്കണമെങ്കിൽ ഒരു ബിൽഡിംഗ് വേണം. ഞാൻ ബിൽഡിങ്ങിനാണോ സംസാരിക്കുന്നത്, അല്ല കുട്ടികളോടാണോ? അപ്പൊ ബിൽഡിംഗ് ഉണ്ടായാലേ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. അതുപോലെ വിളക്ക് എന്ന് പറയുന്ന ആ ഒരു മെറ്റലിന്റെ സാധനം ഉണ്ടായാലേ അതിനകത്ത് എനിക്ക് തെളിയിക്കാൻ പറ്റും. അപ്പൊ തെളിയിക്കുന്നത് എന്താണ്? തിരിയാണോ? തിരി തെളിയിക്കാന്നല്ലേ പറയാം. തിരിയാണോ തെളിയിക്കണം? ചെറിയൊരു സംഭവം മുതൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഇതുവരെ ആലോചിക്കാതെ പലതും ചെയ്യുന്നുണ്ടാവും, പലരും ചെയ്യുന്നുണ്ടാവും. അതിനൊക്കെ ചോദ്യം ചെയ്യാം. ചോദ്യം ചെയ്യാന്ന് വെച്ചാൽ ചെയ്യുന്ന ആളെയല്ല ചോദ്യം ചെയ്യുന്നത്. ഞാൻ എന്നോട് തന്നെ ചോദ്യം ചെയ്യുന്ന സംഭവങ്ങൾ. ഇതാരും എന്നെ പഠിപ്പിച്ചല്ല. ഡോക്ടർ TPS ആരും ക്ലാസ് എടുത്ത് പഠിപ്പിച്ചതല്ല ഇപ്പം ഞാൻ പറയുന്നത്. ഞാൻ സ്വയം, അതാണ് സയന്റിസ്റ്റിന്റെ പണി, സ്വയം കണ്ടെത്തുകയാണ്. ഇപ്പൊ തെളിയിക്കുന്നത് തിരിയല്ല, എന്താണ്? എണ്ണയാണ്. മനസ്സിലാവുന്നുണ്ടോ? തിരി അതിന്റെ സാക്ഷി മാത്രമാണ്.
അതിൻ്റെ ഒരു കാരണക്കാരനാണ്. ആ തിരി ഇല്ലെങ്കിൽ എണ്ണ തെളിയോ? മെഴുകുതിരി തെളിയിക്കാറില്ലേ? അതിൽ മെഴുകാണോ ആവശ്യം, തിരിയാണോ ആവശ്യം? മെഴുകാണ് ആവശ്യം. മെഴുകാണ് തെളിയുന്നത്. വെറും തിരി മാത്രമേ ഉള്ളൂ, മെഴുകില്ലാന്ന് വിചാരിക്കും. അപ്പോൾ ആ തിരി അതിനിടയിൽ ഇടുന്നത് മെഴുകിനെ തെളിയിക്കാൻ വേണ്ടിയാണ്. ഈ തിരി അവിടെ ഇടുന്നത് വെറും എണ്ണ നമുക്ക് തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ അതിനൊരു വിളക്ക് എന്ന് പറയുന്നത് എണ്ണയെയും തിരിയെയും നിർത്താൻ വേണ്ടിയിട്ടാണ്. വിളക്കില്ലാതെ നമുക്ക് എണ്ണയും തിരി നിർത്താൻ പറ്റില്ല. അതുപോലെ ആ എണ്ണയെ മുകളിലോട്ട് കൊണ്ടുപോകാൻ സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ളത് എപ്പോഴും ദ്രാവകം താഴത്തോട്ട് ഒഴുകുന്നതാണ് ന്യൂട്ടൺ പറഞ്ഞിട്ടുള്ളത്, ആണോ അല്ലയോ? പക്ഷെ തിരിയിൽ എന്താ പറ്റണേ? എണ്ണ താഴെയും തിരി മുകളിലും അല്ലേ? എന്നിട്ട് എണ്ണ എന്ത് ചെയ്യണു? എങ്ങനെ പോണു? തിരിയിലൂടെ പോണു. എന്താ കാരണം? എങ്ങനെ മുകളിലോട്ട് ഒഴുകണേ? ഉറക്കപ്പറയേ. വൈ ഈസ് ഇറ്റ് ഫ്ലോയിങ് അപ്പ് എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. നിങ്ങളൊരു എണ്ണയിൽ ഒരു തിരി ഇടുക, ഇതുപോലെ ഒരു 2 ദിവസം വെക്കുക തൊടാതെ. എണ്ണയിൽ ഒന്ന് താത്തിട്ട് വേണം മുകളിലേക്ക് വെക്കാൻ. അങ്ങനെയല്ലേ ചെയ്യാം? തെളിയിക്കുന്നതിന് മുമ്പ് നേരെ തിരിയിട്ടിട്ട് നേരെ ഡ്രൈ ആയിട്ടുള്ള തിരിയിൽ ഒരാളും തിരി കൊളുത്തില്ല, അപ്പൊ തെളിയില്ല. അതൊന്ന് എണ്ണയിൽ മുക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ എണ്ണ അവിടെ ഉണ്ടാവും. 3 ദിവസം 4 ദിവസം കഴിഞ്ഞാലും ഉണ്ടാവും. വെള്ളം അതേപോലെ നിങ്ങൾ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് തിരി ഒന്ന് മുകളിൽ വെക്കുക. ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ തിരി ഡ്രൈ ആവും. എണ്ണയുടെ ഗുണം എന്താ? എണ്ണ ഡ്രൈ ആവില്ല. നിങ്ങൾ നിലത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു തുണി കൊണ്ട് തുടച്ചു കഴിഞ്ഞാൽ അത് ക്ലീൻ ആവും. എണ്ണ ഇട്ടിട്ട് തുടച്ചു കഴിഞ്ഞാലോ? എന്താ കാരണം? അത് അവിടത്തേക്ക് അബ്സോർബ് ചെയ്യും. ഈ തിരിയിലേക്ക് എണ്ണ അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് അത്തരം അബ്സോർബ് ചെയ്യപ്പെടുന്ന ഒരു തിരിയിട്ട് കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ ആ നമ്മൾ തെളിയിക്കുന്ന സമയത്ത് ആ ഭാഗത്തുള്ള ഓയില് കത്തിക്കഴിഞ്ഞാൽ ഇല്ലാതായാൽ അടുത്ത ഓയിൽ അവിടത്തേക്ക് പോകും. അതിനിങ്ങനെ പിന്നാലെ പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ബ്ലഡ് താഴത്തോട്ട് കാലിലേക്ക് ബ്ലഡ് അധികം ഒഴുകി തലയിലേക്ക് ബ്ലഡ് കുറച്ച് ഒഴുകും. ഒഴുകും. തലയിൽ ഒഴുകുന്ന അതേ സ്പീഡില് കാലിലേക്കും ബ്ലഡ് ഒഴുകും. അതിൽ സ്പീഡ് കുറച്ച് മാറ്റം വരുമ്പോഴാണ് കാലിൽ നീര് വെക്കുന്നതൊക്കെ. എന്താ കാരണം? കാപ്പിലറി മോഷൻ പഠിച്ചിട്ടുണ്ടോ ഫിസിക്സിൽ? ഇല്ല. മുകളിൽ നിന്ന് ടാങ്കിൽ നിന്ന് പൈപ്പ് താഴത്തേക്ക് എല്ലാ ഫ്ലോറിലേക്കും നമ്മൾ സപ്ലൈ ചെയ്യണമെങ്കിൽ താഴത്തെക്കുമ്പോഴത്തേക്കും പ്രഷർ കൂടും. ഈക്വൽ പ്രഷർ കിട്ടണമെങ്കിൽ പൈപ്പിന്റെ വോളിയം ഡയമീറ്റർ കുറച്ചും കൂട്ടിയിട്ടൊക്കെ കൊണ്ടുവരണം. അതുകൊണ്ടാണ് വ്യത്യസ്തമായിട്ടുള്ള വോളിയം ഡയമീറ്റർ ഉള്ള പൈപ്പ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ സാധാരണ ഒരു ജ്യൂസ് കുടിക്കാനുള്ള സ്ട്രോ ഉപയോഗിക്കുക, താഴത്തേക്ക് വെച്ചാൽ ഉടനെ ജ്യൂസ് മുകളിലേക്ക് കയറും. ഓയിൽ ഫീൽഡില് കടലിന്റെ ഉള്ളിലൊക്കെ പോയിട്ട് വലിയ കുഴിയുണ്ടാക്കി അതിനകത്ത് വെറുതെ ഒരു ട്യൂബ് ഇട്ട് കൊടുത്താൽ ഓയിൽ അതുപോലെ ഒഴുകും. കിലോമീറ്ററുകളോളം അതിനെ കരയിലേക്ക് എത്തിക്കാനുള്ള അത്രയും ഈസി ആയിട്ട് ഒഴുകും. ഒരു കുപ്പിയിൽ നെയ്യെടുക്കുക, കട്ടിയുള്ളതല്ല, ഒരു സെമി ആണ്, സാധാരണ വെള്ളം പോലെ അല്ലല്ലോ നെയ്യ്. അത് നേരെ റിവേഴ്സ് ആക്കുക. കുറച്ച് ആലോചിക്കും അത് ഒഴുകണോ വേണ്ടിയോ. വെള്ളമാണെങ്കിലോ റിവേഴ്സ് ആക്കി അപ്പം അങ്ങോട്ട് ഒഴുകും. കാരണം ഈ ക്വാളിറ്റിയുള്ള വെള്ളെണ്ണയായാലും വെളിച്ചെണ്ണയായാലും നിങ്ങൾ അതിന് പകരം സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് തെളിയിക്കാൻ നോക്ക്, തെളിയില്ല. എന്താ കാരണം? ഇതിന് ഒരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റിയുടെ പേരാണ് ഫൊർഗെറ്റ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു സ്വഭാവം.
മെമ്മറി എന്നൊരു പറയുന്നത് നമുക്കൊക്കെ ഉള്ള ഒരു സ്വഭാവമാണ്. മെമ്മറി ഉണ്ട് നമുക്ക്. ആ മെമ്മറി ഉള്ളത് കൊണ്ട് നമ്മൾ കിടക്കുന്ന സമയത്ത് ഒരേപോലെയാണ് ബ്ലഡ് ശരീരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പമ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് നിൽക്കുമ്പോഴും ഒരു മെമ്മറി ഉണ്ട്, അതിന് മുകളിലോട്ടും താഴത്തേക്ക് ഒഴുകണം. അതേ ക്രമത്തിൽ അങ്ങോട്ട് ഒഴുകിക്കും. ഒരു പ്രാവശ്യം എണ്ണയിൽ മുക്കിയിട്ട് തിരി പുറത്തേക്ക് എടുക്കുമ്പോൾ ആ ഭാഗത്തെ എണ്ണ അങ്ങോട്ട് തീരുമ്പോൾ അടുത്ത എണ്ണ അതിൻ്റെ പിന്നാലെ പോവും. അതിനൊരു മെമ്മറി ഉണ്ട്, എൻ്റെ മുമ്പിലുള്ള ഓയിൽ അങ്ങനെയാണ് പോയത്. നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ അതിന് മെമ്മറി ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അവിടുന്ന് അപ്രത്യക്ഷമാവും. ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ക്ലീൻ ചെയ്താലും പോയില്ല, കാരണം ഒരു മെമ്മറി ഉണ്ട്, ഞാനിവിടെ ഉണ്ടായിരുന്നു. അത്തരം ഫ്ലൂയിഡുകളെ ഇടുന്ന പേരാണ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ്. വലിയൊരു സയൻസാണ്. ബ്ലഡ് ഈസ് എ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. ഗീ ഈസ് എ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. അത് ഏതാണ് ഏറ്റവും നല്ല നോൺ ന്യൂട്ടോണിയൻ എന്ന് അറിയണമെങ്കിൽ അതിന് ചെക്ക് ചെയ്യാനുള്ള ഒരു പാരാമീറ്ററിന്റെ പേരാണ് വിസ്കോ എലാസ്റ്റിസിറ്റി. എന്താ പറയാ? ദാറ്റ്സ് എ വിസ്കസ് ഫ്ലൂയിഡ്. വിസ്കോസിറ്റി കൂടുതലാണ്. ഓയില്, ടാറിനൊക്കെ വിസ്കോസിറ്റി കൂടുതലാണ്. ടാർ ഈസ് എ ഫ്ലൂയിഡ്. ഇപ്പൊ ഗീ ഈസ് എ ഫ്ലൂയിഡ്, ബ്ലഡ് ഈസ് എ ഫ്ലൂയിഡ്. ഇപ്പൊ നമ്മള് ഈ സംഭവം കാണുന്നുണ്ട് എല്ലാ ദിവസവും, പക്ഷെ അതിന്റെ വൈ ഈസ് ഇറ്റ് എന്ന് ചോദിക്കുന്നില്ല. എല്ലാവരും ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. WWWWH, വേർ, വെൻ, വൈ, വാട്ട്, ഹൗ ചോദിച്ചുകൊണ്ടിരിക്കുക. അതാണ് പഠിക്കാനുള്ള. വൈ ദ വാർ ഹാപ്പൻഡ്, വൈ മുഗൾസ് കെയിം ടു ഇന്ത്യ, വൈ ബ്രിട്ടീഷേഴ്സ് ലെഫ്റ്റ് ഇന്ത്യ. അപ്പൊ പൊളിറ്റിക്സ് മനസ്സിലാവും, ജിയോഗ്രഫി മനസ്സിലാവും, ഹിസ്റ്ററി മനസ്സിലാവും. വൈ ദ ഫ്ലൂയിഡ് ഈസ് ഫ്ലോയിങ് ലൈക്ക് ദിസ്. അപ്പൊ മെക്കാനിക്സ് മനസ്സിലാവും. വെൻ ദ സ്വിച്ച് ഈസ് ഓൺ, ലൈറ്റ് ഈസ് കമ്മിങ്. വാട്ട് ഈസ് കമ്മിങ്? ബൾബ് എന്ന് പറയുന്ന ഒരു ഗ്ലാസ്, പുറമെ അതിൻ്റെ ഉള്ളിലൊരു ഫിലമെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കെമിസ്ട്രി ഉണ്ടാവും. പക്ഷെ അത് ഓൺ ആക്കുമ്പോൾ ലൈറ്റ് വരുന്നു. എവിടുന്ന വരുന്നേ? എന്തെങ്കിലും വരുന്നുണ്ടോ? എന്താ വരുന്നേ? ലൈറ്റ് വരുന്നു എന്നാ പറയാ അല്ലേ? വരുന്നുണ്ടോ അവിടുന്ന് വല്ലതും? അത് ഗ്ലാസ്സിൽ കവർ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ പുറത്ത് വരാൻ പറ്റും. അപ്പൊ എന്താ വരുന്നേ? അതിനകത്തുനിന്ന് ഫോട്ടോൺസ് ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഹീറ്റില്ലാത്തതിനും ലൈറ്റ് ഉണ്ടാവുമല്ലോ. ഞാൻ ലൈറ്റാ ചോദിക്കണം, അപ്പൊ ഹീറ്റാ പറയണേ. വാട്ട് ഈസ് ലൈറ്റ്? അപ്പോഴാണ് വാട്ട് ഈസ് ലൈറ്റ് എന്ന് ചോദിക്കുക. എന്താണ് ലൈറ്റ്? എന്താണ് സൗണ്ട്? എന്താണ് ലൈറ്റ്? എന്താണ് ലൈറ്റ്, എന്താണ് സൗണ്ട് എന്ന് അറിയണം. സൂര്യരശ്മി എന്ന് പറയുന്നത്, സൺലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? സൺലൈറ്റ് വരുമ്പോ എന്തോ ഒരു സാധനം ഇങ്ങനെ സണ്ണിന്ന് ഇങ്ങനെ വരുന്നുണ്ടോ? താഴത്തേക്ക് ഉണ്ടോ? ഈ റൂമിൽ എന്താ ഉള്ളത്? എയർ. കറക്റ്റ്. എല്ലാ ലൈറ്റും ഓഫ് ആക്കിയാലും എയർ ആണ്. ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ എയറിന് എന്ത് സംഭവിക്കണം? കാരണം ഒന്നും വരുന്നില്ല, ഇവിടെയുള്ള എയർ തന്നെയാണ്. പക്ഷെ എയറിന് എന്ത് സംഭവിക്കണം? എയറിന്റെ വൈബ്രേഷൻസ് മാറുന്നു, ഫ്രീക്വൻസി മാറും. എന്താ പറഞ്ഞേ? അതെ. അത് 0.4 to 0.7 മൈക്രോമീറ്റർ ആണ് ഫ്രീക്വൻസി എങ്കിൽ, 0.4 മൈക്രോമീറ്റർ ടു 0.7 മൈക്രോമീറ്റർ ആണെങ്കിൽ അത് വൈറ്റ് ലൈറ്റ് ആവും. പക്ഷെ അതേ വൈറ്റ് ലൈറ്റ് ഞാനിപ്പോ കർട്ടനിലേക്ക് നോക്കുമ്പോൾ ആ ഭാഗത്തുള്ള റെഡ് എന്ന് പറയുന്ന ഒരു സാധനം, അതിന് തൊട്ടടുത്ത് അതിനുള്ളിൽ ഒരു കെമിസ്ട്രി ഉള്ളത് കൊണ്ട് അതിൽ എത്തുന്ന ലൈറ്റിനെ എന്ത് ചെയ്യും? അത് 0.4 to 0.7 ഒന്നും വൈബ്രേറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. അത് കട്ട് ചെയ്തിട്ട് റെഡ് മാത്രമുള്ളത് അബ്സോർബ് ചെയ്ത് ബാക്കിയുള്ളത് മാത്രം വൈബ്രേറ്റ് ചെയ്യും.
അപ്പൊ എവറി കളർ ഈസ് പോയിന്റ് വിബ്ജിയോർ എന്ന് പറയുന്ന കളർ നമ്മൾ കാണുന്നത് 0.4 to 0.7 ഡിവൈഡ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയുടെ വൈബ്രേഷൻസ് ആണ്. അത് കുറച്ചുകൂടി നമ്മൾ കാണാൻ പറ്റാത്ത വിസിബിൾ റീജിയൻ ആണ് 0.4 to 0.7. വിസിബിൾ അല്ലാത്തതിലെത്തിയാൽ അത് മൈക്രോവേവ് ആവും, റേഡിയോ വേവ് ആവും. എന്താണ് റേഡിയോ വേവ് എന്ന് പറയുന്നത്? എവിടെയോ ആരോ റേഡിയോ സ്റ്റേഷനിൽ നിന്ന് പുറത്തുവിടുന്ന സൗണ്ട് എനർജിയെ കുറച്ചുകൂടി വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചാൽ കുറച്ചു ദൂരത്തേക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. അതിനാണ് FM എന്ന് പറയുക, ഫ്രീക്വൻസി മോഡുലേറ്റഡ് എന്നാണ്. മോഡുലേഷൻ നടത്തും. FM എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി മോഡുലേറ്റഡ്. എന്താണ് ഫ്രീക്വൻസി? ഈ ലെങ്ത്തിനിടയിൽ എത്ര പ്രാവശ്യം അത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഫ്രീക്വൻസി. സോ ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 0.4 എന്ന് പറഞ്ഞാൽ 0.4 മൈക്രോമീറ്റർ എന്നാണ്. മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻⁶. ഓക്കെ, ഒരു മീറ്റർ എടുക്കുക, അതിനെ 10⁻⁶ ടൈംസ് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു ബിറ്റ് 4 ടൈംസ് വൈബ്രേറ്റ് ചെയ്താൽ 0.4 മൈക്രോമീറ്റർ ആയി. അത് 7 ടൈംസ് വൈബ്രേറ്റ് ചെയ്താൽ 0.7 മൈക്രോമീറ്റർ ആയി. അത് അതിലും കൂടുതൽ വൈബ്രേറ്റ് ചെയ്താൽ ഗാമ റേയോ, ബീറ്റ റേയോ, എക്സ് റേയോ, മൈക്രോവേവോ, തെർമലോ, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അതാണ്. അത് വല്ലാണ്ട് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിന് ചൂടുണ്ടാവും. ചീവീട് എന്ന് പറഞ്ഞൊരു സാധനം കണ്ടില്ലേ? അത് ഒച്ച ഉണ്ടാക്കില്ലേ? ആ ഒച്ച എന്താ? അതിന്റെ ചിറക് ആ സ്പീഡിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഉണ്ടാക്കുന്ന സൗണ്ടാണ്. ഇറ്റ് ഈസ് നോട്ട് എ സൗണ്ട് കമ്മിങ് ഫ്രം ദ സൗണ്ട്. ആ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടാണ്. നിങ്ങളൊരു വടിയെടുക്കുക, വടിയെടുത്തിട്ട് നല്ല ഫാസ്റ്റ് ആയിട്ട് കറക്കുക, സൗണ്ട് ഉണ്ടാവില്ലേ? എങ്ങനെ ഉണ്ടാവണേ? ആ ഭാഗത്തുള്ള എയറിനെ നിങ്ങൾ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. എന്താണ് എന്റെ ശബ്ദം? എന്റെ ശബ്ദം എന്ന് പറയുന്നത് വൈബ്രേഷനാണ്. എവിടുന്ന് വരുന്ന വൈബ്രേഷനാണ്? എവിടുന്ന് വരുന്ന വൈബ്രേഷനാണ്? എവിടുന്ന് വരുന്ന വൈബ്രേഷനാണ്? അതായത് നാവെന്നല്ല, എവിടുന്നാ വരുന്നത്? അപ്പോ ഈ സൗണ്ട് വൈബ്രേഷൻസ് ഏത് ഫ്രീക്വൻസിയിലാണോ അതിനനുസരിച്ചിട്ടാണ് ആ വാക്കുകൾ ഉണ്ടാവും. അപ്പൊ വൈബ്രേഷൻസ് ക്യാൻ ബി ടച്ച്ഡ് ആൻഡ് ഫെൽറ്റ്. ഇപ്പൊ എല്ലാ ഫ്രീക്വൻസിയാണ്. സോ ഇഫ് യു നോ വൺ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി, എന്റെ PhD അതിനകത്താണ്. ഞാൻ മാത്തമാറ്റിക്സ് ആണ്, പക്ഷെ ഞാൻ PhD ചെയ്തത് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി. അത് ഹീറ്റ്, സൗണ്ട്, ലൈറ്റ്, ഇതിന്റെയൊക്കെയുള്ള വൈബ്രേഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. അതിലാണ് ഞാൻ PhD ചെയ്തത്. എന്റെ റിസർച്ച് സബ്ജക്റ്റ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി. സോ ഐ നോ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി. അപ്പൊ ഇനി ഞാൻ ആ റെഡ് കളർ എന്ന് പറയുന്നത് ഫിസിക്സ് ആണോ? ആണ്. പക്ഷെ അത് കെമിസ്ട്രി ആണോ? ആണ്. അപ്പൊ ഏതാ സബ്ജക്റ്റ്? അത് ഫിസിക്സും കെമിസ്ട്രിയും ഒന്നായിട്ട് മാറും. നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോപ്പർ ഉപയോഗിക്കുന്നു. പക്ഷെ കോപ്പർ 2 വയറുകൾ അടുപ്പിച്ച് വരുമ്പോൾ അതിനെ സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു മെറ്റൽ ഉപയോഗിക്കുന്നു. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ആ മെറ്റൽ ചിലപ്പോൾ ചൂടാവും കൂടുതൽ. അപ്പൊ മെറ്റീരിയൽ സയൻസ് പഠിച്ചാലേ ഇലക്ട്രിസിറ്റി പഠിക്കാൻ പറ്റും. ഇപ്പൊ ഫിസിക്സ് വേണം, മെറ്റീരിയൽ സയൻസ് എന്ന് പറയുന്നത് കെമിസ്ട്രിയാണ്, കെമിസ്ട്രി അറിയണം. ബ്ലഡ് ഫ്ലോ അത് ബയോളജിയാണ്. പക്ഷെ ബയോളജി പഠിച്ചാൽ കെമിസ്ട്രി ഇല്ലാതെ ബയോളജി പഠിക്കാൻ പറ്റില്ല. മനസ്സിലാണോ? അപ്പൊ ഇന്നലെ ആരുടെ പാരന്റ് ആണ് ബയോ കെമിസ്ട്രി എന്ന് പറയുന്നത്? ബയോ കെമിസ്ട്രി ആണത്. എന്താ കാരണം? ബയോളജിയും കെമിസ്ട്രിയും കൂടിയതാണ്. എനിക്ക് ആരോടെങ്കിലും ദേഷ്യം വരുന്നു, ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? എന്റെ ബയോ കെമിസ്ട്രി ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ടെമ്മിയില് ഫയർ വരും. ചിലപ്പോൾ വിശപ്പ് കൂടും, ചിലപ്പോൾ വിശപ്പില്ലാണ്ടാവും. ചിലപ്പോൾ 2 തരത്തിലും മാറാം. ഇപ്പൊ ബയോ കെമിസ്ട്രി ആണ് ഇമോഷനുമായിട്ട് കൺട്രോൾ ചെയ്തിട്ട് പറയാം. ഇപ്പൊ ഞാൻ സൈക്കോളജി പഠിച്ചിട്ട് MS in സൈക്കോളജി. അപ്പൊ അത് പഠിക്കുന്ന സമയത്ത് വി ഹാവ് ടു ലേൺ ബയോ കെമിസ്ട്രി. ഫാർമക്കോളജി പഠിക്കണം.
ഏത് മരുന്ന് കൊടുത്താൽ എങ്ങനെ എഫക്ട് ചെയ്യും. ഫാർമസിയിൽ ഫാർമക്കോളജി എന്ന് പറയുന്ന സബ്ജക്ട്. അപ്പൊ അതെന്താണ്? കെമിസ്ട്രിയാണ്, ബയോളജിയാണ്. ഇപ്പൊ സൈക്കോളജി എന്ന് പറയുന്നത് നോ പ്രോബ്ലം. സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്? കെമിസ്ട്രി പഠിക്കണം, ബയോളജി പഠിക്കണം. പക്ഷെ സാധാരണ കോളേജിലൊക്കെ സൈക്കോളജി പഠിക്കുന്നത് കുറേ പേര് സൈക്കോളജി ഓപ്റ്റ് ചെയ്യും. പക്ഷെ അവരിതൊന്നും പഠിക്കാണ്ട സൈക്കോളജി പഠിക്കുക, അവന്റെ ബിഹേവിയർ പാറ്റേൺ മാത്രം. അപ്പൊ അവരെന്ത് ചോദിക്കില്ല? എന്തുകൊണ്ടാണ് ഇതുണ്ടാവണമെന്ന് ചോദിക്കില്ല. ഇപ്പൊ പൂജാരിമാർ നമൻ ചൊല്ലുന്നുണ്ടാവും, പക്ഷെ എന്തിനാ ഇത് ചൊല്ലുന്നത് എന്താണെന്ന് അവരോട് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ആവരുത്, നമ്മൾ ക്യൂരിയസ് ആവും. ആ ക്യൂരിയസ് ആവുമ്പോഴാണ് ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യങ്ങൾ ഉണ്ടാവുമ്പോൾ അത് ഉത്തരം കിട്ടുമ്പോഴാണ് അറിവുണ്ടാവുക. യുവർ ക്വസ്റ്റ്യൻ വാസ് ഹൗ ടു ലേൺ. സോ തിങ്ക് വൈൽഡ്, ആസ്ക് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ഇവിടെയുള്ള വൈബ്രേഷൻ ഇവിടത്തേക്ക് എത്തി, ആ വൈബ്രേഷൻസ് പോയി അതിനെ ഇലക്ട്രിക് സിഗ്നൽ ആക്കി, വൈബ്രേഷൻസ് ആക്കി ഇലക്ട്രിക് സിഗ്നൽ ആക്കി. ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ബേസിക് ഫിസിക്സ്, അത് കഴിഞ്ഞ് ആംപ്ലിഫയറിൽ പോയി. ആംപ്ലിഫൈ എന്നാണ് എന്റെ പേര്, ആംപ്ലിഫയറിൽ പോകുമ്പോൾ ആ സൗണ്ടിനെ കൂടുതൽ ആംപ്ലിഫൈ ചെയ്യിപ്പിച്ച്, ആ ഫ്രീക്വൻസി ഇത്രയാണെങ്കിൽ അതിനെ വലിയ വലിച്ചു നീട്ടും. അങ്ങനെ നീട്ടിയിട്ട് എവിടത്തേക്ക് കൊടുക്കും? ആ ഡയഫ്രത്തിലേക്ക് കൊടുക്കുമ്പോൾ ഡയഫ്രം അതേ സ്പീഡിൽ വൈബ്രേറ്റ് ചെയ്യും, അതേ വേവ് ലെങ്ത്തിൽ വൈബ്രേറ്റ് ചെയ്യും, പക്ഷെ അതിന്റെ ഫ്രീക്വൻസി കൂട്ടും. അപ്പോൾ സൗണ്ട് വിൽ ബിക്കം ബിഗ്, ഹയർ ആവും. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇത് എല്ലാ ദിവസവും നമ്മൾ കാണുന്നതാണ്, പക്ഷെ ആരും ചോദിക്കാറില്ല. അതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞത്, ഓരോ ചെറു വസ്തുവിലും വിരൽ തൊട്ടങ്ങ് ചോദിക്കൂ. അങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങളും ചോദിക്കുമ്പോഴാണ് അവർ കവിയാവുന്നത്. അതുകൊണ്ടാണ് ചെറിയ കാര്യങ്ങൾ വലിയ കവിതയാകും. എഴുത്തുകാരനും വേണം, സയൻസുകാരനും വേണം. അവർ രണ്ടാളും ഒരേപോലെയാണ്. ഇവരൊക്കെ അവസാനം ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, ആ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ടാവുമ്പോൾ അവര് ഫിലോസഫർ ആവും. ഇപ്പൊ ന്യൂട്ടൺ വാസ് എ ഗ്രേറ്റ് സയന്റിസ്റ്റ്, പക്ഷെ ന്യൂട്ടൺ വാസ് എ ഗ്രേറ്റ് ഫിലോസഫർ. ഞാൻ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും അല്ലെങ്കിൽ ഇംഗ്ലീഷും, നിങ്ങൾ ഏത് വിഷയം ചെയ്താലും അവസാനം എനിക്ക് കിട്ടുന്ന ഡിഗ്രിയുടെ പേര് PhD എന്നാണ്, ഡോക്ടർ ഓഫ് ഫിലോസഫി. എന്താ കാരണം? ആ അറിവ് എനിക്ക് ഉണ്ടായിട്ട് കാര്യമില്ല, അത് നിങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കഴിവും കൂടി ഉണ്ടാവുമ്പോഴാണ്. അറിവുണ്ടായിട്ട് കാര്യമില്ല, അറിവ് നേടുക എങ്ങനെയാണെന്നാ ചോദിച്ചത്. നേടിയിട്ട് കാര്യമൊന്നുമില്ല. ആ നേടിയത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനോ എഴുതി ഫലിപ്പിക്കാനോ കഴിവുണ്ടാവുമ്പോഴാണ് യു ഗെറ്റ് റെക്കഗ്നൈസ്ഡ്. അപ്പൊ എക്സാമിനേഷൻ എന്തിനു വേണ്ടിയിട്ടാ? ഈ പറയുന്നതൊക്കെ ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ. ഐ നോ ദിസ് എന്ന് ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. അപ്പോഴാണ് എക്സാമിനേഷൻ. അപ്പൊ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒന്നും മനസ്സിലാവാതെ ആരോ പറഞ്ഞത് അതുപോലെ പകർത്തി എഴുതുന്നത് ആവരുത്. 10ാം ക്ലാസ്സിൽ A+ കിട്ടാൻ വളരെ എളുപ്പമാണ്. എല്ലാ വിഷയത്തിലും A+ കിട്ടാൻ. ഇന്നലെ ഒരു കുട്ടി എൻ്റെ അടുത്ത് കെമിസ്ട്രി ഗ്രാജുവേഷൻ കഴിഞ്ഞതാണ്. കെമിസ്ട്രി ഗ്രാജുവേഷൻ കഴിഞ്ഞു, മാത്തമാറ്റിക്സിൽ 2 വിഷയത്തിൽ തോറ്റു. അപ്പൊ സഹായിക്കാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ സഹായിക്കാം, വിളിച്ചോളാം. വിളിച്ചു. വിളിച്ച സമയത്ത് എത്ര പെർസെന്റേജ് കിട്ടി, തോറ്റു എന്നല്ലേ പറഞ്ഞത്. അപ്പൊ എത്ര പെർസെന്റേജ് കിട്ടി അതറിയില്ല. എത്ര പെർസെന്റേജ് കിട്ടിയാൽ ജയിക്കുമായിരുന്നു? എത്ര പെർസെന്റേജ് ജയിക്കാൻ സാധാരണ? 35%. 35% പാസ്സാണ്. അപ്പൊ 60ന്റെ 35% എത്രയാന്ന് ചോദിച്ചു. BSc കെമിസ്ട്രി ആണ്. എല്ലാ വിഷയത്തിലും 10ലും 12ലും ഒക്കെ A+ കിട്ടിയിട്ടുണ്ട്. നല്ല കോളേജിലാണ് പഠിക്കണം, പാലക്കാട് കാര്യമാണ്. BSc കെമിസ്ട്രി ആണ്. മാത്തമാറ്റിക്സ് സബ്സിഡറി ആയിട്ട് പഠിക്കണം, മാത്തമാറ്റിക്സും പഠിക്കണം. 60ന്റെ 35% എത്രയാന്ന് ചോദിച്ചു. അറിയില്ല. ഇപ്പൊ എന്താ കാര്യം BSc കെമിസ്ട്രി പഠിച്ചിട്ട്? മാത്തമാറ്റിക്സ് എന്തിനാണ് കെമിസ്ട്രിയുടെ കൂടെ കൊടുക്കുന്നത്? ഫിസിക്സ് എന്തിനാണ് കെമിസ്ട്രിയുടെ കൂടെ കൊടുക്കുന്നത്? മാത്തമാറ്റിക്സിന്റെ കൂടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്തിനാ കൊടുക്കുന്നത്? ബേസിക് മാത്തമാറ്റിക്സ് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണം.
എത്രയാ? How did you get it? എങ്ങനെ മനക്കണക്ക് ചെയ്യാം അറിയാം? മനസ്സിലായി? വണ്ടർഫുൾ. 10% കണ്ടുപിടിക്കുമ്പോൾ 6 കിട്ടും. 30% കാണുമ്പോൾ 3 18 18 ആയി. 10% 6 ആണെങ്കിൽ 5% 3 ആണ്. 18 കൂടെ 3 കൂടി ആഡ് ചെയ്താൽ 21 കിട്ടി. ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണം. ഏകദേശം 20 മിനിറ്റ് ആ കുട്ടിക്ക് ഇതിന് ഉത്തരം പറയാൻ പറ്റില്ല. നല്ല പേഷ്യൻസ് ഉള്ള ആളാണ്. ഇങ്ങനെ കുറേ പേര് വരും. അപ്പൊ പലപ്പോഴും എന്തുകൊണ്ടാച്ചാൽ ആ കുട്ടിയുടെ കുഴപ്പമില്ല, ആ ഒരു പ്രായത്തിലുള്ള 10-22 വയസ്സായി, ആ 22 വയസ്സായ ഒരാൾക്ക് ഇത് കാണാൻ പറ്റില്ല വെച്ചാൽ, ഇപ്പൊ ബ്രദർ എന്ത് ചെയ്യണം? PSC കോച്ചിങ്ങിന് പോകും. എന്നല്ല പറഞ്ഞല്ലോ, ബ്രദറിനോട് ചോദിക്കാൻ പറഞ്ഞു, അയാൾക്കും അറിയില്ല. ഇതാണ് സ്ഥിതി. എന്തുകൊണ്ടാച്ചാൽ നിങ്ങൾ പലതും ടീച്ചർമാർ ബോർഡിൽ എഴുതുന്നു, അത് അതുപോലെ കോപ്പി ചെയ്യുന്നു, പരീക്ഷയ്ക്ക് എഴുതുന്നു, മാർക്ക് കിട്ടുന്നു അല്ലാതെ ഇതെന്താണ്? ഈ ഒരു ചോദ്യം മൾട്ടിപ്ലൈ ചെയ്തു എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് നേരെ 35 മൾട്ടിപ്ലൈ ബൈ 60 ഡിവൈഡ് ബൈ 100 ചെയ്താൽ കിട്ടും. പക്ഷെ അത് നിങ്ങളെ കൺസെപ്റ്റിൽ വന്നിട്ടില്ല, വിഷ്വലൈസ് ചെയ്തിട്ടില്ല. അത് വിഷ്വലൈസ് ചെയ്യാനുള്ള കഴിവാണ്, അല്ലേ? സാധാരണ മനസ്സിൽ ആക്കി പഠിക്കണം എന്നാ പറയാ. എന്താ പറയാ? പക്ഷെ ഇംഗ്ലീഷിൽ നമ്മൾ എല്ലാവരോടും പറയും ബൈ ഹാർട്ട് പഠിക്കരുത്. അതന്നെ തെറ്റല്ലേ? മനസ്സിൽ ആക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ബൈ ഹാർട്ട് എന്ന്, അല്ലേ? ലേൺ ബൈ ഹാർട്ട് ഈസ് കോൾഡ്. അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ആണ് മനസ്സിലാക്കി പഠിക്കുക. ആണോ അല്ലയോ? അപ്പൊ ഇതേ ടീച്ചർമാർ പറയും മനസ്സിലാക്കി പഠിക്കണം, ബൈ ഹാർട്ട് പഠിക്കരുത്. എന്താ കാരണം? ഏതോ ഒരു മണ്ടൻ ഒരു കാലത്ത് പറഞ്ഞിട്ട് അത് ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യും. ഞാൻ പറയാറുള്ളത് മനസ്സിലാക്കി പഠിക്കണം, ലേൺ ബൈ, അതുണ്ടെങ്കിൽ ലേൺ ബൈ ഹാർട്ട്. ബട്ട് ഡോണ്ട് ലേൺ ബൈ ഹാർട്ട്. യു അണ്ടർസ്റ്റുഡ്? ഡോണ്ട് ലേൺ ബൈ ഹാർട്ട്, ബട്ട് ലേൺ ബൈ ഹാർട്ട്. ലേൺ ബൈ ഹാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചു വെച്ചിട്ടുള്ള സംഭവമാണ്. അത് ചെയ്യരുത്. ഈ പറയുമ്പോൾ പോലും അത് അറിഞ്ഞിട്ട് വേണം പറയാൻ. അജ്ഞാന തിമിരന്തസ്യ കേട്ടിട്ടുണ്ടോ? വായ തുറക്കന്റെ മക്കളെ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ ബിംബങ്ങളോടല്ലല്ലോ സംസാരിക്കണത്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു കേട്ടിട്ടുണ്ടോ ചോദിക്കുമ്പോൾ ഒന്നുകിൽ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇല്ല. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്നില്ല. നിങ്ങൾ ഇടയ്ക്ക് ഞാൻ ചോദിക്കുമ്പോൾ വായ തുറക്കാൻ പോലും പറ്റാത്തൊരു ബിംബങ്ങളാണോ? ആണോ? പറയും. ദിസ് മേ ബി മൈ ലാസ്റ്റ് വിസിറ്റ് ടു ദിസ് പാർട്ട് ഓഫ് ദിസ് ലാൻഡ് എന്ന് തോന്നാറുണ്ട് ഓരോ പ്രാവശ്യം വരും. വായ തുറന്ന് പറയും കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാ വേണ്ടില്ല. കാരണം നിങ്ങളുടെ ടീച്ചർമാർ അങ്ങനെയാണ്, പലതും പറഞ്ഞുകൊണ്ടിരിക്കണ്ടാവും. ഹാവ് യു അണ്ടർസ്റ്റുഡ് എന്ന് അടുത്ത സെന്റൻസ് കൊടുക്കും. ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്പർ കൗണ്ട് ചെയ്യും. ഹാവ് യു അണ്ടർസ്റ്റുഡ് എത്ര പ്രാവശ്യം പറഞ്ഞു? ഒരു ക്ലാസ്സിൽ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഒരു പ്രാവശ്യം പോലും ഹാവ് യു അണ്ടർസ്റ്റുഡ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരുടെ മുഖം നോക്കിയിട്ടില്ല. ബോർഡ് നോക്കിയിട്ടാണ് ഹാവ് യു അണ്ടർസ്റ്റുഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഡു യു ഫോളോ? അങ്ങനെയുള്ള ടീച്ചർമാരുടെ പേരുകളുണ്ട്. ഞാനും അത് അനുഭവിച്ച ആളാണ്. എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതലുള്ള ടീച്ചർമാരാണ്. വി റൺ എ സ്കൂൾ. എൻ്റെ നാട്ടിലുള്ള മാനേജ്മെന്റ് സ്കൂൾ ഞങ്ങളുടേതാണ്, എൻ്റെ ഫാമിലിയുടെയാണ്. എൻ്റെ എല്ലാ ബ്രദേഴ്സും എൻ്റെ ടീച്ചേഴ്സാണ്. മാത്സ് ടീച്ചർ എൻ്റെ കസിൻ ബ്രദർ, സോഷ്യൽ സയൻസ് എൻ്റെ നേരെ ബ്രദർ. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ബ്രദർ അവിടെ പ്രൊഫസറാണ്. അപ്പോൾ കുറേ ടീച്ചർമാരെ കണ്ടിട്ട് ഇങ്ങനെ നല്ല ടീച്ചർമാരെയും വളരെ വിരളമായിട്ടേ കാണാം. അപ്പൊ ഞാനങ്ങനെ അല്ല, ഞാൻ നിങ്ങളുടെ റെസ്പോൺസിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. സോ യു ഷുഡ് ആൻസർ ഇമ്മീഡിയറ്റ്ലി. 3 പ്രാവശ്യം ചോദിച്ചിട്ട് പിന്നെയും അത് എക്സ്പ്ലെയിൻ ചെയ്ത്, ഞാൻ ഇപ്പൊ ഈ ക്ലാസ്സിൽ നോക്കി കഴിഞ്ഞാൽ ഇന്നലെ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ നോക്കുകയാണ്, ഇതൊക്കെ ഞാൻ രണ്ടാമത് കേൾക്കണ്ടേ? നിങ്ങളുടെയൊക്കെ മുഖം ഞാൻ കാണുന്നുണ്ട്. രാത്രി ഇരുന്നിട്ട് ഇതാ ചെയ്യണേ. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇത് കാണുമ്പോൾ കാണും ഈ പിള്ളേർ എന്താ ഇങ്ങനെ ആവണേ, ഒരു പ്രാവശ്യം പോലും ഇതിന് ഉത്തരം പറഞ്ഞില്ല. ഞാൻ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു. മനസ്സിലാവുണ്ടോ?
അതിലാകെ 4 ആൾ ഉണ്ട്. ശപിച്ചിട്ട് പോകും ഞാനിവിടെ. നിങ്ങൾ ഒരിക്കലും നന്നാവില്ല. തന്ത്രശാസ്ത്രം ശരിക്കും പഠിച്ചിട്ടുള്ളതാണ്. ശരിക്കും ശപിച്ച് അങ്ങോട്ട് ഏറ്റുപോകും. ആശീർവാദം കൊടുത്താൽ നന്നായിട്ട് ഫലിക്കുകയും ചെയ്യും. നന്നായിട്ട് ഫലിക്കും. രണ്ടും ഉണ്ട്. വാ തുറന്നോളണം, അല്ലെങ്കിൽ ഞാൻ ചടയെന്നിട്ട് പോകും. ഞാൻ ദുബായിൽ പോയിട്ട് ഒരു ക്ലാസ് എടുക്കാൻ തുടങ്ങിയ സമയത്ത് ഒരു റെസ്പോൺസ് ഇല്ലാത്തതുകൊണ്ട് അപ്പം തന്നെ ഇറങ്ങിപ്പോയി. ഇല്ല, ഐ കോണ്ട് ടോക്ക് ടു യു. ആ അദ്ദേഹത്തിനോടുള്ള ബഹുമാനം കൊണ്ട് മാത്രം വന്നതാണ്. സത്യം പറയണം, അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ട് മാത്രം. ഓപ്പൺ യുവർ മൗത്ത്. ഞാൻ വേറൊന്നും ചോദിക്കുന്നില്ല. റെസ്പോൺസ് ആണ്. റെസ്പോൺസിബിൾ സിറ്റിസൺ എന്ന് പറഞ്ഞ അർത്ഥം കേട്ടിട്ടുണ്ടോ? നിങ്ങൾ റെസ്പോൺസിബിൾ ആവണമെന്ന്. എന്താ റെസ്പോൺസിബിലിറ്റി? റെസ്പോണ്ട് ചെയ്യുന്നവരാണ് റെസ്പോൺസിബിൾ. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുമ്പോൾ അതിന് റെസ്പോൺസ് എന്നല്ല പറയുക, റിയാക്ഷൻ എന്നാ പറയുക. ഇംഗ്ലീഷ് വാക്കുകൾ കൃത്യമായിട്ട് അറിയണം. ഞാനിതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇന്നലെ ഒരു പുതിയ 10 വാക്ക് ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് എൻ്റെ അടുത്ത് വന്ന് റിപ്പോർട്ട് ചെയ്താൽ, ഓ ഇന്നലെ ക്ലാസ് കഴിഞ്ഞു ഞാൻ ഇതൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ത്രില്ലിംഗ്. അതാണ് റെസ്പോൺസ്. പക്ഷെ നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് റിയാക്ഷൻ ആണ് നോക്കുക. ഒരു ചോദ്യം ചോദിക്കുക, ഉത്തരം പറയാം, ചോദ്യം ചോദിക്കുക, ഉത്തരം പറയാം. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടോ നോക്കിയിട്ടല്ല കൊടുക്കും. നിങ്ങൾ ചോദിക്കുമ്പോഴാണ് ഞാൻ ഉത്തരം പറയേണ്ടത്. അപ്പൊ പഠനം എന്ന് പറയുന്നത് അടിച്ചേൽപ്പിക്കുന്ന ഒരു സംഭവമായി മാറിയതിൽ നിന്ന് അങ്ങനെ അല്ലാതായി മാറും. അഗൈൻ നോട്ട് ഫൈൻഡിങ് ഫോൾട്ട് വിത്ത് യു. നമ്മുടെ ഭാരതീയം എന്നൊക്കെ പറഞ്ഞ സ്റ്റുപ്പിഡിറ്റിയാണ്. റിയൽ സ്റ്റുപ്പിഡിറ്റി. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ. എന്നിട്ട് KG ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് എന്താണ്? ഏതാ ആദ്യം പഠിപ്പിക്കുന്ന പാട്ട് KG? നഴ്സറി റൈം എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കണ്ടല്ലോ. എന്താ പഠിപ്പിക്കണം? ലണ്ടൻ ബ്രിഡ്ജസ് ആണോ അല്ലയോ? എത്ര കൊല്ലായി അത് ഫാളിങ് ഡൗൺ? അങ്ങനെ ഉണ്ടാവും. ഒരു ബ്രിഡ്ജ് ഫാളിങ് ഡൗൺ ആയിട്ട് കുറെ കൊല്ലം നിന്നോണ്ടിരിക്കുവോ? ആ കവിത എഴുതുന്ന സമയത്ത് ഫാളിങ് ഡൗൺ ആയിരുന്നു. അപ്പൊ ഇപ്പൊ എന്താവണം? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് ഇപ്പോഴും ഫാളിങ് ഡൗൺ. ഇത് മണ്ടത്തരാന്ന് ആലോചിച്ചു. അപ്പൊ ലണ്ടൻ ബ്രിഡ്ജ് ഉണ്ടോ? അങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ടോ ഇപ്പൊ ഇവിടെ? ലണ്ടൻ ബ്രിഡ്ജ് ഉണ്ടോ? ഒരു കാലത്ത് ഫാളിങ് ഡൗൺ എന്ന് പറഞ്ഞ എഴുതിയ ഒരു കവിത അത്രയും കാലമായിട്ട് അത് ഫാളിങ് ഡൗൺ തന്നെ ആയിട്ടുണ്ടോ? ഇപ്പൊ അത് വണ്ടി ഓടിക്കാൻ പറ്റുമോ? ആലോചിക്കൂ. ലണ്ടൻ ബ്രിഡ്ജ് എവിടെയാ? അവിടുന്ന് അത് കൊണ്ടുപോയി വീഴുന്നതിന് മുമ്പ് അമേരിക്കക്കാരത് പൊക്കിയെടുത്ത് അമേരിക്കയിൽ കൊണ്ടുപോയി സ്ഥാപിച്ചു. ലണ്ടൻ ബ്രിഡ്ജ്, ഡോക്ടർ TPS യൂട്യൂബിൽ കാണും അതിന്റെ എക്സ്പ്ലനേഷൻ. ബാബ ബ്ലാക്ക് ഷിപ്പ് എത്ര ബാഗ്സ്? എന്തുകൊണ്ട് 3 ബാഗ്സ്? എന്തുകൊണ്ട് 4 ഇല്ല? എന്തുകൊണ്ട് 2 ഇല്ല? എപ്പോ എഴുതിയ കവിതയാന്ന് പറയുന്നത്? 1400 ഏകദേശം 800 വർഷങ്ങൾ മുമ്പ്. എന്തുകൊണ്ടാണ് എഴുതിയെന്നറിയോ? ആ കാലത്ത് യൂറോപ്പിൽ ഉണ്ടായിരുന്ന ടാക്സ് ആണ് 1 for my master. മാസ്റ്റർ എന്ന് പറഞ്ഞാൽ രാജാവ്. 1 for the dame എന്ന് പറഞ്ഞാൽ ചർച്ച്. 1 for the little boy. ഈ ആടിനെ നോക്കുന്നവർക്ക് 1/3 ഭാഗം, 1/3 ഭാഗം രാജാവിന്, 1/3 ഭാഗം ചർച്ചിന് കൊടുക്കണം എന്നുള്ള നിയമം ഏതോ ഒരു കാലത്ത് യൂറോപ്പിൽ എഴുതിയതാണ്. ഇവിടെ പഠിക്കുന്ന LKG കുട്ടി ഇപ്പോഴും പഠിക്കണം. ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസം. അപ്പൊ നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അങ്ങനെയാണ് പഠിപ്പിച്ചു വിട്ടത്. നിങ്ങൾ പഠിച്ച സ്കൂൾ ഏതാ? CBSE. ഏതാണ് അല്ലേ? എന്താണ് CBSE?
അപ്പൊ നിങ്ങൾ LKG CBSE ആവാൻ പറ്റുമോ? എന്റെ കുട്ടി CBSE പഠിക്കണു. ഏത് ക്ലാസ്സിൽ? LKG, 3ാം ക്ലാസ്സിൽ, 4ാം ക്ലാസ്സിൽ. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ എങ്ങനെയാണ്? 3ാം ക്ലാസ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണോ? അപ്പൊ CBSE സ്കൂൾ എപ്പോ തുടങ്ങണം? 9ാം ക്ലാസ്. 8ാം ക്ലാസ് വരെ എന്ത് പഠിപ്പിക്കണം? സെൻട്രൽ ബോർഡ് പാടില്ല, ലോക്കൽ ബോർഡാ വേണം. ഓക്ക് ട്രീ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ ബുക്കില്? ഇതുവരെ കണ്ടിട്ടുണ്ടോ? ജമ്മത്തില് കാണാത്തൊക്കെ പഠിച്ചത്. എന്നാൽ ചക്ക മാങ്ങയൊക്കെ ഉണ്ടാകുന്ന ഏതെങ്കിലും പുസ്തകത്തിൽ അതിന്റെ പേരിട്ടിട്ടുണ്ടോ? ഇല്ല. നമ്മളതല്ല നമ്മൾ പഠിക്കുക, ഏതോ ഒരു രാജ്യത്തുള്ള മരത്തിന്റെ പേര് നമ്മൾ പഠിക്കണം. എന്താ കാര്യം? മനസ്സിലാവേണ്ട മക്കളെ പറയണത്. സോ ഇറ്റ്സ് നോട്ട് യുവർ ഫാൾട്ട്. പക്ഷെ എന്ത് ചെയ്യാൻ നിങ്ങൾ? അതിലൊക്കെയാണ് നിങ്ങൾ പോകുന്നത്, അതാണ് ഇപ്പൊ വിൽക്കപ്പെടുന്നത്. അപ്പൊ അതിനിടയിലൂടെ നിങ്ങൾ പോകുമ്പോൾ ജെന്യൂനായിട്ട് നിങ്ങൾ ചിന്തിക്കാത്തടത്തോളം കാലം നിങ്ങളുടെ പഠനം, പഠിക്കുക, പരീക്ഷ എഴുതുക, സർട്ടിഫിക്കറ്റ് കിട്ടുക, അങ്ങനെ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ജോലി കിട്ടും, ശമ്പളവും കിട്ടും, ചിലപ്പോൾ എല്ലാവർക്കും കിട്ടില്ല. ബിടെക് പഠിച്ചാൽ ഇന്ത്യയിൽ 4% കുട്ടികൾക്കേ ജോലി കിട്ടുന്നു. ബിടെക് പഠിച്ചാൽ 4% കുട്ടികൾക്കാണ്. MBA പഠിച്ചാൽ 1% പോലും കിട്ടുന്നില്ല ആളാണ്. അപ്പൊ ഞാൻ MBAയുടെ പ്രൊഫസറായിരുന്നു. എൻ്റെ ക്ലാസ്സിൽ 90 കുട്ടികളുണ്ട്. അതിൽ മിക്കവാറും 80ഓളം കുട്ടികൾ ഗേൾസ് ആണ്. കാരണം തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ലേഡീസിന് പ്രൊഫഷണൽ കോഴ്സ് ഫ്രീ ആണ്. അവർ കാശേ കൊടുക്കണ്ട, ഗവൺമെന്റ് റീഇംബേഴ്സ് ചെയ്യും. അപ്പൊ മാനേജ്മെന്റ് കോളേജ് എല്ലാവരെയും പിടിച്ചിടും, അവർക്കൊക്കെയുള്ള കാശ് ഗവൺമെന്റ് കൊടുത്തോളും, നമുക്കൊക്കെ ശമ്പളവും കിട്ടും. അവർ ഒരാൾക്കും ജോലി കിട്ടില്ല എന്ന് നമുക്കറിയാം. എന്താ കാരണം? എനിക്ക് MBA ഒക്കെ നമുക്ക് അവസാനം ഒരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ചോദിക്കും, ജനുവരി 25-ാം തീയതിയാണ് ഒരു വൈവ എന്ന് പറഞ്ഞാൽ അവസാനം ക്വസ്റ്റ്യൻ ആൻസർ വേണം. ആ വൈവയ്ക്ക് ജനുവരി 25-ാം തീയതി ചോദിക്കുകയാണ്, നാളെ ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്, അതെന്താണ്? ജനുവരി 25-നാണ് ചോദിക്കുന്നത്. ഇംഗ്ലീഷിൽ ചോദിച്ചാൽ മനസ്സിലാവില്ല. അപ്പൊ ഞാൻ തെലുങ്കിൽ ചോദിക്കും, వాట్ ఈస్ స్పెషల్ ఫర్ ఇండియా టుమారో అని ചോദിക്കുന്നത് రేపు ఎందు ఏమంటే ఏమవుతుంది రేపు, നാളെ എന്താണ് പ്രധാന ദിവസം അറിയില്ല. അപ്പൊ ചോദിക്കും എന്നോട് എന്താ ഓപ്ഷൻ ഉണ്ടോന്ന്. ഞാൻ ഗണതന്ത്ര ദിനമാ, സ്വാതന്ത്ര്യ ദിനമാ, ഇൻഡിപെൻഡൻസ് ഡേ ആണോ, റിപ്പബ്ലിക് ഡേ ആണോ? അപ്പോഴും ഉത്തരം ഇൻഡിപെൻഡൻസ് ഡേ. ആ കുട്ടിക്കും കിട്ടും MBA. എന്ത് പറഞ്ഞാലും കൊടുക്കണം MBA, കാരണം അല്ലെങ്കിൽ കോളേജ് പൂട്ടണം, പിന്നെ ആ കോളേജിൽ ആരും ചേരില്ലല്ലോ. മനസ്സിലാവുണ്ട് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ 10ാം ക്ലാസ് പാസ്സാവുന്നത് നിങ്ങളുടെ 10ാം ക്ലാസ് പാസ്സാവാനുള്ള യോഗ്യത കൊണ്ടല്ല. കാരണം A+ എല്ലാത്തിനും കിട്ടിയ ഏറ്റവും 420 കുട്ടികൾ, 420 കുട്ടികൾക്കും A+ കിട്ടിയ സ്കൂൾ കേരളത്തിലുണ്ട്. ഞാൻ അവിടെ സമ്മാനം കൊടുക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ ഒരു കുട്ടിയെ കണ്ടപ്പോ സർക്കിളിന്റെ സ്പെല്ലിംഗ് ചോദിച്ചു, SIRKLE. SIRKLE എന്ന് പറഞ്ഞാലും A+ കൊടുക്കും. കാരണം എന്താ? ഈ ടീച്ചർക്കും വലിയ തിരുപാടില്ല. കാരണം ടീച്ചറും അങ്ങനെയാ പാസ്സായി ടീച്ചറായത്. ഈ ടീച്ചർ ആവുന്നതിനൊരു യോഗ്യത വേണ്ടേ? തോക്കാറില്ല ആരും. തോറ്റു കഴിഞ്ഞാലല്ലേ ജയിക്കുന്നതിനൊരു സാധ്യതയുള്ളൂ. നിങ്ങളുടെ ക്ലാസ്സിൽ ആരെങ്കിലും തോക്കോ? ഒരാളും തോക്കില്ല. ഇപ്പൊ തോക്കാനാ ബുദ്ധിമുട്ട്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയല്ല, അല്ലേ മനോജ്? നമ്മുടെ ക്ലാസ്സിൽ എത്ര പേര് തോറ്റിട്ടുണ്ടാവും? ജയിക്കാനാ പാട്, ഇന്ന് തോക്കാനാ പാട്. മനസ്സിലാവുണ്ടോ മക്കളെ? ഞാൻ എൻ്റെ നാട്ടിൽ പോകുമ്പോ എന്നെ കാണാൻ വരുന്ന ഒരു സുഹൃത്ത് എന്നോട് പറയും, എൻ്റെ കൂടെ 10ാം ക്ലാസ് പഠിച്ച ആളാണ്. 10ാം ക്ലാസ് അല്ല, 8ാം ക്ലാസ്സേ പഠിച്ചിട്ടില്ല, പിന്നെ പഠിച്ചിട്ടില്ല. അപ്പൊ 8ാം ക്ലാസ്സിൽ നമ്മൾ കൂടെ പഠിച്ചു വന്നു. ആര്? എന്നെ കാണാൻ വന്ന ഒരാള്. ഞാനും 8ാം ക്ലാസ്സിൽ കൂടെയാണ് പഠിച്ചത്. വളരെ സന്തോഷമായി, കുറെ സംസാരിച്ചു. കുറച്ച് എന്നെക്കാളും 4 വയസ്സ് പ്രായം കൂടി എൻ്റെ ബ്രദർ വന്നു. അപ്പോഴും അവൻ പറയുന്നു നമ്മളും കൂടെ പഠിച്ചത്. അപ്പൊ 8ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ 4 വർഷം അയാൾ തോറ്റിട്ടുണ്ട്. ഇന്ന് ആരെങ്കിലും അങ്ങനെ കാണാൻ പറ്റുമോ ഈ ലോകത്ത്? ഇല്ല. എന്താ കാരണം? എല്ലാവരും പാസ്സാവും. അപ്പൊ നിങ്ങളുടെ ധാരണയിൽ പഠനം എന്ന് പറയുന്നത് ഡിഗ്രി ആണെങ്കിൽ അത് വേസ്റ്റ്. ഞാനിപ്പോ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയാൽ എനിക്ക് കിട്ടിയതിനേക്കാളും മാർക്ക് അന്ന് കിട്ടിയതിനേക്കാളും ഇന്ന് എനിക്ക് കിട്ടും.
ഉറപ്പാണ് നിങ്ങളിൽ പലരും ഇന്ന് 10ാം ക്ലാസ് എഴുതിയിട്ടൊരു 10 മാസം കഴിഞ്ഞിട്ട് അതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നാൽ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടില്ല. ബിടെക്കിലൊക്കെ പല കുട്ടികളോടും ഞാൻ ചോദിക്കാറുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് +1 +2 A+ കിട്ടിയിട്ടുണ്ട്, +1 +2 എൻട്രൻസ് എക്സാം അടിച്ച് പാസ്സായിട്ടുണ്ട്, 10ാം ക്ലാസ് ഒക്കെ പാസ്സായിട്ടുണ്ട്, അസലായിട്ട് ഇപ്പൊ പരീക്ഷ എഴുതിയാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും എല്ലാം മറന്നുപോയി. ഞാനിത് വെറുതെ പറയല്ല, ഞാൻ എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ളതാണ്. നല്ല ബെസ്റ്റ് സ്കൂളിൽ എക്സാമിനേഷൻ കഴിഞ്ഞു, കുട്ടികളെ നേരെ ക്യാൻറ്റീനിൽ കൊണ്ടുപോയി ആവശ്യമുള്ളതൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തിരിക്കാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ച് അതേ ക്ലാസ് കൊണ്ടിട്ട് അതേ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ട് എഴുതാൻ പറഞ്ഞപ്പോൾ ഡിഷ് എല്ലാം പോയി. കാരണം ഒരു പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ വാഷ് ഔട്ട് ആവും ബുദ്ധി. അതിനുവേണ്ടി മാത്രം പഠിക്കുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് പറയും, നിങ്ങൾ പലതും പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, എക്സാം എഴുതാനല്ലേ. എങ്ങനെയാണ് മനസ്സിലായെന്ന് വെച്ചാൽ, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്ന കാലത്ത് എന്നെ +1 +2 പഠിപ്പിച്ച കെമിസ്ട്രി മാഷ് തന്നെയാണ് അവിടെ കെമിസ്ട്രി പഠിപ്പിക്കുന്നത്. കാരണം ഹി റിട്ടയർഡ് ആൻഡ് ദെൻ ബിക്കം റീ എംപ്ലോയിഡ് ഇൻ മൈ. അപ്പൊ ഞാൻ ഡയറക്ടറാണ്, എൻ്റെ താഴെയാണ് എൻ്റെ മാഷ് പണി ചെയ്യുന്നത്. ഓക്കെ, ആ കെമിസ്ട്രി ക്ലാസ്സിൽ ഞാൻ കുട്ടികളെടുത്ത് നിങ്ങളുടെ പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിക്കും. നമ്മൾ ഈ റിവ്യൂ ചെയ്യണമല്ലോ. അപ്പോൾ നിങ്ങളുടെ ഇപ്രാവശ്യത്തെ റിസൾട്ട് പറയാൻ പറ്റും. അപ്പോൾ 60-100 കുട്ടികളിലൊക്കെ ആകെ പാസ്സായത് 2-3 ആണ്. എന്നിട്ട് മാഷ ഞാൻ വഴക്ക് പറയണമെന്നുണ്ട്, ഇങ്ങനെയാണോ നിങ്ങളൊക്കെ? എന്താ പറ്റിയത്? കാരണം +1 +2 നല്ലപോലെ പഠിച്ച് പാസ്സാവുന്നവര് എഞ്ചിനീയറിംഗിൽ വരുമ്പോൾ, ഞാൻ പറയാൻ കാരണം ഇപ്പൊ നിങ്ങൾ പഠിക്കും, എങ്ങനെയെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടും. എഞ്ചിനീയറിംഗിൽ എല്ലാവരും തോക്കുന്നത് അതേ വിഷയം 11th 12th പഠിക്കുന്ന സെയിം കെമിസ്ട്രി, സെയിം ഫിസിക്സ്, സെയിം മാത്തമാറ്റിക്സ്. എഞ്ചിനീയറിംഗിൽ എത്തുമ്പോഴത്തേക്കും ചെറിയൊരു മാറ്റം വരും. ആ മാറ്റം എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഓറിയന്റഡ് ആണ്. അപ്ലിക്കേഷൻ ഓറിയന്റഡ് ആകുമ്പോഴത്തേക്കും എല്ലാം ഫെയിൽ ആവും. മനസ്സിലാവുണ്ടോ? ആ അപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ പഠിപ്പിക്കുന്ന നല്ല ടീച്ചർമാരൊക്കെ ഇടയ്ക്കൊക്കെ എനിക്കുണ്ടാവും. എന്നെ പഠിപ്പിച്ചിട്ടില്ല സ്കൂളൊന്നും പഠിക്കും, കാരണം ഞാൻ മോശം ബാച്ചിലായിരുന്നു. നല്ല ബാച്ചിൽ പഠിപ്പിക്കുന്ന നല്ല മാഷന്മാർ ഇപ്പൊ 70-75 വയസ്സൊക്കെ ആയിരുന്നു. ഞാൻ നാട്ടിൽ പോകുമ്പോൾ എന്നെ കാണാൻ വരും. എന്നിട്ട് ഞാൻ നടത്തുന്ന ക്യാമ്പുകളിൽ ആ മാഷ് ക്ലാസ് എടുക്കും. ആ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളൊക്കെ പഠിപ്പിക്കണം മൊമെന്റം. പഠിച്ചിട്ടുണ്ടോ മൊമെന്റം? എന്താണ് മൊമെന്റം? പറയേ മക്കൾ, പറഞ്ഞോ. വാട്ട് ഈസ് മൊമെന്റം? വാട്ട് ഈസ് മൊമെന്റം? പലർക്കും പെട്ടെന്ന് പറയാൻ മനസ്സിൽ വരുന്നില്ലല്ലോ. യു നോ, ബട്ട് എന്തോ ഒരു സംഭവം കുടുങ്ങി കിടക്കുന്നുണ്ട്, കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത ആണോ അല്ലയോ? യെസ്. ഞാൻ ഒറ്റ ചെറിയൊരു എക്സാമ്പിൾ കൊണ്ട് നിങ്ങൾക്ക് മൊമെന്റം ശരിക്കും പഠിപ്പിച്ചുതരാം. ഫൈൻ. ഇവിടെയൊക്കെ കുറെ ബസ് നിൽക്കുന്നുണ്ടല്ലോ. നിങ്ങൾ നടന്നു പോയിട്ട് ബസ്സിനെ തട്ടും. ബസ്സിന് വല്ല കുഴപ്പം പറ്റുമോ? നിങ്ങൾക്ക് വല്ല കുഴപ്പം പറ്റുമോ? ഒന്നും പറ്റില്ല. നിങ്ങൾ അവിടെ പോയി തട്ടി നിൽക്കും, അത്രല്ലേ ഉള്ളൂ. യെസ്. ഇനി നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് പോയിട്ട് ബസ്സിനെ പോയി അടിക്കുന്നു, എന്ത് പറ്റും? നിങ്ങൾ ടപ്പ് എന്ന് പറഞ്ഞ് ബാക്കോട്ട് വീഴും, ഇല്ലേ? ഇനി ബസ് നിൽക്കല്ല, നിങ്ങൾ നിൽക്കുകയാണ്. ബസ് പതുക്കെ വന്നിട്ട് അവിടെ നിന്നു എന്നിരിക്കും, എന്തെങ്കിലും പറ്റുമോ? പക്ഷെ ബസ് ഫാസ്റ്റ് ആയിട്ട് വന്നിട്ട് നിങ്ങളെ തട്ടി നിൽക്കും, എന്ത് പറ്റും? നിങ്ങൾ ടപ്പ് നോട്ട് അങ്ങോട്ട് തിരിക്കും, ഇല്ലേ? ഇതാണ് മൊമെന്റം. മാസ് ഇൻറ്റു വെലോസിറ്റി. മനസ്സിലാവേണ്ടി പറഞ്ഞത്? നിങ്ങളുടെ മാസ് അടുത്തെത്തുമ്പോഴത്തേക്ക് തട്ടി നിന്നപ്പോ വെലോസിറ്റി 0 ആയി. അപ്പൊ മൊമെന്റ് എന്തായി? 0. ഒന്നും പറ്റില്ല. ഇനി വലിയ മാസുള്ള, നിങ്ങളെക്കാളും മാസ് ഉണ്ടല്ലോ ബസ്സിന്, ആ വലിയ മാസുള്ള സാധനം വന്നാലും തട്ടി വെറുതെ നിന്നു എന്ന് വിചാരിക്കേ, 0 മൊമെന്റം. അത് ചെറിയ മാസുള്ളത് പോയാലും വലിയ മാസുള്ളത് പോയാലും തട്ടി നിൽക്കുകയാണെങ്കിൽ, തട്ടുന്നതിന് മുമ്പ് നിൽക്കുകയാണെങ്കിൽ വെലോസിറ്റി 0 ആകുമ്പോഴാണ് തട്ടുണ്ടെങ്കിൽ ഒന്നും പറ്റില്ല. പക്ഷെ വലിയ മാസുള്ള സാധനം ചെറിയ മാസുള്ള സാധനത്തിനെ കൂടുതൽ വെലോസിറ്റിയിൽ വന്ന് തട്ടിയാൽ മൊമെന്റം കൂടും. മൊമെന്റം എന്ന് പറഞ്ഞാൽ ഇംപ്ലിക്കേഷൻ അല്ലെ റിയാക്ഷൻസ്, എഫക്റ്റ് ആണ്. ഒരു ചെറിയ കുട്ടി നടന്നു പോകുന്നു, ഒരു വലിയ മനുഷ്യൻ പറ്റും, ടപ്പെന്നാണ് തട്ടിയാൻ പറ്റും, അല്ലേ? ഇനി വലിയൊരു മാസമുള്ള ഒരാൾ ചെറിയ കുട്ടി വന്നിട്ട് തട്ടിയാൻ പറ്റും, എഫക്റ്റ് ഉണ്ടാവില്ല.
ചെറിയൊരു ബുള്ളറ്റ് പക്ഷെ ഫാസ്റ്റ് ആയിട്ടാ പോണം. എന്ത് പറ്റും? അതാണ് മൊമെന്റം. കാരണം വെലോസിറ്റി ഈസ് മോർ, മാസ് ഈസ് ലെസ്. അപ്പൊ ഇമ്പാക്ട് ഉണ്ടാവുന്നത് മാസ് കൂടിയാലും മൊമെന്റം കൂടും, വെലോസിറ്റി കൂടിയാലും മൊമെന്റം. നിങ്ങൾ ജീവിതത്തിൽ ഇനി ഇത് മറക്കോ? മനസ്സിലാവേണ്ട പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ ഫിസിക്സ് പഠിക്കും, മാസ് ഇൻറ്റു വെലോസിറ്റി ഈസ് മൊമെന്റം, മാസ് ഇൻറ്റു വെലോസിറ്റി ഈസ്. ഒരിക്കലും ഇതെന്താന്ന് കണ്ടിട്ടില്ല. അത് മനസ്സിൽ ആക്കണം. എവിടെ ആക്കണം? അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കൂടും. അപ്പാ ഇതാണ് എനിക്ക് പഠിക്കുന്നത്. മനസ്സിലാണ്ടോ? അങ്ങനെ പഠിക്കാൻ സാധിക്കുമ്പോഴാണ്. 45ന്റെ സ്ക്വയർ എത്രയാ? 2025. ഇത് എളുപ്പ. എന്ത് ചെയ്യണം? എല്ലാ 5 സ്ക്വയർ എഴുത്. 5 സ്ക്വയർ 25, 15 സ്ക്വയർ 225, 25 സ്ക്വയർ 625, 35 സ്ക്വയർ 1225, 45 സ്ക്വയർ 2025, 55 സ്ക്വയർ 3025, 65 സ്ക്വയർ 75 സ്ക്വയർ. അങ്ങനെ ഫുൾ എഴുതുക. എന്നിട്ട് വെറുതെ ഒന്ന് നോക്കുക അതിനെ. ലാസ്റ്റ് ഒക്കെ 25 ആണ്, ആണോ അല്ലയോ? അപ്പൊ ലാസ്റ്റ് 5 ആണെങ്കിൽ 25 എഴുതണം. അത് 35ന്റെ സ്ക്വയർ ആണെങ്കിൽ 3യും അടുത്ത നമ്പർ 4ഉം എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക, എഴുതുക. അപ്പൊ 12 25 കിട്ടും. ഇത് ഒബ്സർവേഷൻ ആണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കുറേ നോളജ് ഉണ്ട്. മാത്തമാറ്റിക്സ് ഒക്കെ വളരെ സിമ്പിൾ ആണ്. 25 സ്ക്വയർ ആവുമ്പോൾ ഇങ്ങനെയാണ്. 23 സ്ക്വയർ ആണെങ്കിൽ എന്ത് ചെയ്യും? 3 സ്ക്വയർ 9, 2 into 3 6, 6 into 2 12, 12 into 2 എഴുതാം, ബാലൻസ് 1 520. എവിടെയാ ഇത് പഠിച്ചത്? a മൈനസ് ബി, a പ്ലസ് ബി, a സ്ക്വയർ, ബി സ്ക്വയർ എന്നൊക്കെ കുറെ പഠിച്ചിട്ടുണ്ട്. ഇത് 23 സ്ക്വയർ എന്ന് പറയുന്നത് 20 പ്ലസ് 3 സ്ക്വയർ ആണ്. 2 പ്ലസ് 3 ഹോൾ സ്ക്വയർ എഴുതിയാൽ അല്ലേ, a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താണ്? ഫസ്റ്റ് ബി സ്ക്വയർ എഴുതാം, കാരണം റൈറ്റ് സൈഡിലാണ് എഴുതേണ്ടത് ആദ്യം. അപ്പൊ ബി സ്ക്വയർ എന്ന് പറയുന്നത് എഴുതാ a പ്ലസ് ബി ഹോൾ സ്ക്വയർ. ഞാൻ പറഞ്ഞാലേ എഴുതുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ കേട്ടിങ്ങനെ വായ നോക്കി ഇട്ടിരിക്കും. ബസ് പടപടാന്ന് എഴുതണം. 23 സ്ക്വയർ എന്ന് പറയുന്നത് a പ്ലസ് ബി സ്ക്വയർ പോലെയാണ്. അതിൽ ബി എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ 3യുടെ സ്ക്വയർ 9 ആദ്യം എഴുതാം. 2ab എന്ന് പറയുന്നത് 2 into 3 into 2, 2ab. ഓക്കെ, 2 into 3 into 2, അപ്പൊ 12 കിട്ടും. 2 എഴുതാം, ബാലൻസ് 1. a സ്ക്വയർ എന്ന് പറയുന്നത് 2 സ്ക്വയർ, 2 സ്ക്വയർ പ്ലസ് 1 5. അപ്പൊ നമ്മള് വേറൊരു ചോദ്യം ചോദിക്കാം. (32 multiplied by 28). 32 multiply 28. വേഗം പറയണം. ഹൗ ഡിഡ് യു ഡു മൾട്ടിപ്ലൈഡ്? ഇത്രയല്ലേ ഉള്ളൂ. അതാണ് കുഴപ്പം. നിങ്ങൾ എന്തിനാ a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി സിക്വൽ ടു a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പഠിച്ചത്? ഞാനിപ്പോ തന്ന ചോദ്യം എന്താ? 28ഉം 32, ദാറ്റ് ഈസ് 30 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. a മൈനസ് ബി ആണ്. 30 മൈനസ് 2, 30 പ്ലസ് 2 ആണ് ഞാൻ തന്നത്. അപ്പൊ ദാറ്റ് ബിക്കംസ് 30 മൈനസ് 2 ഇൻറ്റു 30 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 30 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ, ദാറ്റ് ഈസ് 900 മൈനസ് 4, therefore it becomes 896. നിങ്ങൾ a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി സിക്വൽ ടു a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഉപയോഗിച്ചിട്ടുണ്ടോ? തീർന്നു കഥ. ഉപയോഗിക്കാണ്ടിരുന്നിട്ട് എന്താ കാര്യം? ഇപ്പൊ മാത്സ് പഠിക്കുന്നത് എന്തിനാണ്? ഉപയോഗിക്കാൻ. എന്തിനാണ്? 1 feet by 1 feetന്റെ സാധാരണയുള്ള സ്കെയിലില്ലേ, അത് 4 എണ്ണം. ചെലവുണ്ടോ? ഒരു നെറ്റ് ഉണ്ടായിരുന്നു, അതെവിടെ കഴിഞ്ഞു പോയി. പോട്ടെ. നാല് 1 feet 1 feet ചേർന്ന പെരിമീറ്റർ എത്രയായി? 4 feet. ഏരിയ എത്രയായി? a ആണെങ്കിൽ a സ്ക്വയർ. കറക്റ്റ്? യെസ്. പാസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്റെ ശരീരത്തിലൂടെ ഇങ്ങനെ പാസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പോഴോ?
ഇപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ഇപ്പോഴോ? That's it. അപ്പൊ സെയിം പെരിമീറ്റർ ഐ ക്യാൻ കൺവേർട്ട് ഇൻ ടു എ സർക്കിൾ, ഐ ക്യാൻ കൺവേർട്ട് ഇൻ ടു എൻ എലിപ്സ്. യു അണ്ടർസ്റ്റുഡ്? പക്ഷെ എന്ത് പറ്റും? കുറച്ച് മാറും പെരിമീറ്റർ, കാരണം ഈ ഒരു ഭാഗത്തുണ്ടാവുന്ന ഈ ഒരു മാറ്റമില്ല, ദാറ്റ് വിൽ ചേഞ്ച് ആൻഡ് ദാറ്റ് ഈസ് വാട്ട് റിസൾട്ട്സ് ഇൻ 2πr. അപ്പൊ 4r-ഉം 2πr-ഉം തമ്മിലുള്ള ഡിഫറൻസ് ഒരു പൈ ആണ്. മനസ്സിലാവുണ്ടോ? That makes lot of difference in the circumference and more difference in the area under that. എർത്ത് എന്ന് പറയുന്നത് ഇതേ സാധനം നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കണം. ജിയോഗ്രഫിക്ക് അങ്ങനെ പഠിക്കാം. ഇതേ സാധനം എന്ത് ചെയ്യണം? മേക്ക് ഇറ്റ് ലൈക്ക് ദിസ്. എന്നിട്ട് ഇവിടെ നിന്നും ഇവിടത്തേക്ക് ഒരു റോഡ് പാസ് ചെയ്തിട്ട് അതിനെ അച്ചുതണ്ടാക്കി സർക്കിളായിട്ടുള്ള ഭൂമിയെ നല്ലപോലെ കറക്കുക. കറക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അതിന്റെ ഷേപ്പ് മാറിയിട്ട് മുകളിലും താഴത്തും ഭാഗം കംപ്രസ്ഡ് ആയിട്ട് ഇക്വേറ്ററിന്റെ ഭാഗം വീതി കൂടി കൂടി വരും. ദാറ്റ് ഈസ് വൈ എർത്ത് ഷേപ്പ് ഈസ് ലൈക്ക് ദാറ്റ്. ആ സ്വഭാവത്തെയാണ് ജിയോയിഡ് എന്ന് പറയാം. എന്താ പറയാ? ജിയോയിഡ്, ജിയോഡസി. നിങ്ങൾ ഈ ഗൂഗിൾ മാപ്പൊക്കെ, ഐഫോണിൽ ഗൂഗിൾ മാപ്പ് ഉണ്ടാക്കാൻ ഇന്ത്യക്ക് കോൺട്രാക്ട് കിട്ടിയ സമയത്ത് ഇൻഫോസിസ് കമ്പനിക്കാണ് കോൺട്രാക്ട് കൊടുത്തത്. 400ഓളം എഞ്ചിനീയർമാരെ ചൂസ് ചെയ്തിട്ട് അവരെ ഈ ജിയോഗ്രഫി പഠിപ്പിച്ചത് ഞാനാണ്, JNTU എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ. യു ക്യാൻ സീ മൈ ക്ലാസ്. ഇൻഫോസിസ്, Dr. TPS, ജിയോ ഇൻഫർമാറ്റിക്സ് എന്നാണ് സബ്ജക്റ്റിന്റെ പേര്. അപ്പൊ നിങ്ങളുടെ ധാരണ നമ്മളിപ്പോ പഠിക്കുന്ന ജിയോഗ്രഫിയും നമ്മളിപ്പോ പഠിക്കുന്ന മാത്സും പരീക്ഷ എഴുതാനാണ്? അല്ല. നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ബിടെക് കഴിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ ജോലി കിട്ടി ഒരു അപ്ലിക്കേഷൻ ഉണ്ടാക്കുമ്പോഴാണ് ഓ ഇത് ഞാൻ 8ാം ക്ലാസ് പഠിച്ചാന്ന് മനസ്സിലാവും. ഇപ്പൊ പഠിക്കുക എന്ന് പറയുന്നത് ടു നോ. അജ്ഞാന തിമിരന്തസ്യ. അർത്ഥം എന്താണ്? അജ്ഞാനം എന്ന് പറയുന്നത്, അറിവില്ലായ്മ എന്ന് പറയുന്നത് തിമിരമാണ്. തിമിരം എന്ന് പറഞ്ഞാൽ എന്താ? കാട്രാക്റ്റ് ആണ്, ഒരു അസുഖമാണ്. കാട്രാക്ട് എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ മുമ്പിൽ ഒരു പോള ഉണ്ടാവും, അത് വന്ന് അടയും, അപ്പോൾ ബ്ലർഡ് വിഷൻ ആവും. ലൈറ്റ് കാണില്ല, ലൈറ്റിന്റെ എന്തോ ഒരു സാധനമുള്ള പോലെ ഇങ്ങനെ. നിങ്ങളുടെയൊക്കെ മുഖം കാണും, പക്ഷെ കണ്ണും മൂക്കും വായൊന്നും തിരിച്ചറിയില്ല, ബ്ലർഡ് ആവും. വയസ്സാകുമ്പോൾ ഒക്കെ പലർക്കും വരുന്നതാണ് കാട്രാക്ട്. കാട്രാക്ടിന് കുറേ സർജറികൾ നിങ്ങൾ കാണാം, അഡ്വർടൈസ്മെന്റ്. അത് വളരെ പ്രചാരത്തിൽ ഇന്ത്യയിലുള്ളൊരു രോഗമാണ് കാട്രാക്ട്. അജ്ഞാനം എന്ന് പറയുന്നത് കാട്രാക്ട് പോലെയാണ്. എപ്പോഴെഴുതിയ ഈ കവിത? എല്ലാം പ്രേരണ ചൊല്ലുന്നതാ. ഗുരു ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാന തിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ. അങ്ങനെ തിമിരം ബാധിച്ച ആൾക്കാർക്ക് ജ്ഞാനമാകുന്ന അഞ്ജനം എഴുതി കൊടുക്കുന്ന ഏ ഗുരു അങ്ങയ്ക്ക് നമസ്കാരം എന്നാണ് അതിന്റെ അർത്ഥം. ആർക്കാ നമസ്കാരം വേണ്ടത്? എനിക്ക് കാര്യങ്ങൾ തിരിച്ചറിവില്ലാതെ ബ്ലർഡായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾക്ക് അറിവില്ലാത്തപ്പോ അത് കാഴ്ച തരുന്ന അങ്ങ് എന്റെ ഗുരുവാണ് എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അതാണ് ചൊല്ലുന്നത്. അതാരാവണം? ഓം ഭുർഭുവസ്വഹ തത്സവിദൂർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി. എല്ലായിടത്തും ലൈറ്റ് ഉണ്ട്, പക്ഷെ എന്റെ ഉള്ളിലില്ല, അത് വരുത്തണേ ഭഗവാനെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതാരാ ചെയ്യാം? ഗുരുർ ബ്രഹ്മ. ഗുരു ആരാവണം? ബ്രഹ്മാവാവണം. ആരാ ബ്രഹ്മാവ്? ബ്രഹ്മാവ് എന്ന് പറയുന്നത് സങ്കല്പത്തിൽ സൃഷ്ടികർത്താവാണ്. ആരാ സൃഷ്ടികർത്താവ്? വേറെ ആരോ അല്ല. പുതിയ അറിവുണ്ടാക്കുന്ന നിങ്ങളുടെ ഉള്ളിലുള്ള ചോദ്യങ്ങളാണ് ബ്രഹ്മാവ്. ആ ചോദ്യങ്ങൾ ഉണ്ടാവുമ്പോ ബ്രഹ്മാവിന്റെ ഭാര്യ വരും. ആരാ ബ്രഹ്മാവിന്റെ ഭാര്യ? അറിവ് വരും. അപ്പൊ നല്ല ചോദ്യങ്ങൾ ഉണ്ടാവുമ്പോ നല്ല ഉത്തരം കിട്ടുമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ബ്രഹ്മാവുണ്ടെങ്കിൽ, എവിടെയാ ബ്രഹ്മം? ഹൃദയ
ഗുഹര മധ്യേ കേവലം ബ്രഹ്മ മാത്രം. നിങ്ങളുടെയൊക്കെ ഹൃദയത്തിനുള്ള ഒരു ഗുഹയുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ പോയി തുറന്നു നോക്കിയാൽ കാണേണ്ട സാധനമാണ് ബ്രഹ്മാവ്. അതെല്ലാവർക്കും ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. നിലത്തൊക്കെ ഇല്ലേ എഴഞ്ഞെഴഞ്ഞ് നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ല നമുക്കൊക്കെ. ആ സമയത്ത് കണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് അമ്മയോടേക്ക് ഇതെന്താ, അതെന്താ, ഇതെന്താ, അതെന്താ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നിട്ട് വേർ, വെൻ, വൈ, വാട്ട്, ഹൗ എന്ന് ചോദിച്ചിരുന്നിട്ടാണ് നമ്മളെയൊക്കെ ഭഗവാൻ ബ്രഹ്മാവ് ഉണ്ടാക്കിയിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോ ആണ് നിങ്ങളെ സ്കൂളിൽ ചേർത്തിട്ട് ടീച്ചർ പറയുന്നത് കീപ് ക്വയറ്റ്, സൈലന്റ്. 2 വാക്കുകളാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. അത് അടിച്ച് ഏൽപ്പിച്ചിട്ടാണ് നിങ്ങളെയൊക്കെ ചോദ്യമില്ലാത്തവരാക്കി മാറ്റിയിരിക്കുന്നത്. എല്ലാരും പറയും കീപ് ക്വയറ്റ് അല്ലേ, സൈലന്റ്. എന്നിട്ട് അവരെന്താ ചെയ്യണത്? ഷൗട്ട് ചെയ്യണം. ഐ ആം എ മാസ്റ്റർ ഓഫ് സൈലൻസ് ഫ്രം ഹിമാലയൻ ട്രഡീഷൻ. സ്വാമി രാമയാണ് എൻ്റെ ഗുരു. മെഡിറ്റേഷൻ, ഹിമാലയൻ മെഡിറ്റേഷൻ നോക്കൂ, ലിവിങ് വിത്ത് ഹിമാലയൻ മാസ്റ്റേഴ്സ്, അതാണ് എൻ്റെ ഗുരുവിൻ്റെ ബുക്ക്. ആകെ പഠിപ്പിക്കുന്നത് സൈലൻസ് ആണ്. ആ സൈലന്റ് ആയിട്ട് ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കുഴപ്പം. പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞത് എന്താണ്? യു ഷുഡ് ആസ്ക് ക്വസ്റ്റ്യൻസ്, ഡോണ്ട് ബിക്കം സൈലന്റ്. പക്ഷെ നിങ്ങൾ സൈലന്റ് അല്ല. ബാഹ്യമായിട്ട് നിങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഞാൻ ഇവിടെ ക്ലാസ് എടുക്കാൻ വരുന്നത് വരെ നിങ്ങൾ അന്യോന്യം ആരോടെങ്കിലൊക്കെ സംസാരിച്ച എല്ലാ സംഭവങ്ങളും ഒന്ന് എടുത്ത് ആലോചിച്ച് നോക്കട്ടെ. അറിവിന് വേണ്ടി എത്ര സംസാരിച്ചിട്ടുണ്ട്? വെറുതെ പുലഭ്യം, വെറുതെ അനാവശ്യമായ വാക്കുകൾ, ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾ മാത്രമല്ലേ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുക. കാര്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുന്ന, അറിവുണ്ടാക്കാൻ സാധിക്കുന്ന എത്ര സംഭവങ്ങൾ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ചോദ്യം. രാവിലെ എഴുന്നേറ്റത് മുതൽ ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ഡിസ്കഷൻസ് ആണ് നടത്തുന്നത്. ദാറ്റ് മീൻസ് ബ്രഹ്മാവ് നിങ്ങളുടെ കൂടെ ഇല്ല, സരസ്വതി നിങ്ങളുടെ കൂടെ ഇല്ല. രാത്രി വെള്ളം കുടിച്ച് കിടക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ വീട്ടിൽ എല്ലാവരും എഴുന്നേക്കിന് മുമ്പ് എഴുന്നേറ്റവരൊന്ന് കൈപൊക്കും. ഫലിച്ചോ? വെള്ളം കുടിച്ച് കിടന്നോ? രാവിലെ എഴുന്നേക്കാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞൂടെ? ഒരു മെസ്സേജ് അയച്ചൂടെ? വണ്ടർഫുൾ. അങ്ങനെ പ്രാക്ടിക്കലായിട്ട് മാറുമ്പോ എപ്പോഴാണ് നിങ്ങൾ ഉണരുന്നത് അറിയോ? ബ്രഹ്മാവ് നിങ്ങളെ വിളിക്കും. എല്ലാവരും ഉണരുന്നുണ്ട് ആ സമയത്ത്. എല്ലാരെയും വിളിക്കുന്ന ഒരാളാണ് ബ്രഹ്മാവ്. എപ്പോഴാ വിളിക്കുക? ബ്രഹ്മമുഹൂർത്തം, 7:30 വെളുപ്പിന് എന്ന് പറയാം. എന്താ 7:30 വെളുപ്പ്? ഒന്നും എഴുതരുത് കേട്ടോ മക്കളെ, ജന്മത്തിൽ നന്നാവില്ല. ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് പോണം. ഞാൻ ഈ 7:30 വെളുപ്പ് എന്ന് പറയുമ്പോൾ എഴുതണം 7:30. ആ സ്വഭാവം നിങ്ങൾക്കില്ലെങ്കിൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും മൃഗരൂപത്തിൽ 2 കാല് വെച്ച് നടക്കുന്ന ജീവികളായിട്ട് മാറുന്നു. 7:30 നാഴിക എന്നാണ്. 7 നാഴിക എന്ന് പറഞ്ഞാൽ 2:30 നാഴികയാണ് 1 മണിക്കൂർ. അസലായിട്ട് ജ്യോതിഷം അറിയുന്ന ഒരാളാണ്. നമ്മളൊക്കെ നാഴികയിലാ പറയാം. എന്താ കാരണം? 60 നാഴിക 1 മണിക്കൂർ. അപ്പൊ 2:30 നാഴിക 1 മണിക്കൂർ. ഓക്കെ, 60 നാഴിക ഒരു ദിവസം. 60 നാഴിക ഒരു ദിവസം, 2:30 നാഴിക 1 മണിക്കൂർ. അപ്പൊ 7:30 വെളുപ്പിന് എന്നാണ് സാധാരണ പറയാ. ആ 7:30 വെളുപ്പ് എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ നേരത്തെ. ഇപ്പൊ പള്ളിക്കത്തോടില് 6:20 ഉദയമെങ്കിൽ 3:20 നിങ്ങളെ ആര് വിളിച്ചിട്ടുണ്ടാവും? ബ്രഹ്മാവ് വിളിച്ചിട്ടുണ്ടാവും. ഉറപ്പായിട്ടും വിളിക്കും. ബ്രഹ്മാവ് എല്ലാ സൃഷ്ടികളെയും ആ സമയത്ത് ഉണരാൻ പറയും. സൂര്യൻ വരുന്നതിന് 3 മണിക്കൂറും കൃത്യം. എന്നിട്ട് നമ്മളെന്ത് ചെയ്യും? പോടാടുന്നു. അയാളെ മൈൻഡ് ചെയ്യില്ല. എന്നിട്ട് തിരിഞ്ഞു കിടക്കും, അല്ലെങ്കിൽ പുതപ്പൊന്നും കൂടി വലിച്ച് മൂടും. അത് കഴിഞ്ഞിട്ട് നേരെ നിങ്ങൾക്ക് തോന്നുമ്പോ ഒക്കെ എഴുന്നേറ്റിട്ട് തിരിയൊക്കെ തെളിയിച്ച് സരസ്വതി നമസ്തുഭ്യം എന്നൊക്കെ പാടിയാൽ സരസ്വതി തുഭ്യം അടിക്കും നിങ്ങളിൽ. ഭർത്താവിനോട് പോടാന്ന് പറഞ്ഞു, ഇപ്പം ഭാര്യയെ വിളിക്കുകയാണല്ലേ. നോ യൂസ്. ബ്രഹ്മാവിന്റെ ഭാര്യയാണ് സരസ്വതി. കാരണം എവിടെ ചോദ്യങ്ങളുണ്ടോ അവിടെ നോളജ് ഉണ്ടാവും. ആ ചോദ്യങ്ങളാണ് ബ്രഹ്മാവ്, ഉത്തരമാണ് സരസ്വതി.
എവിടെ കർമ്മമുണ്ടോ, എവിടെ പണി ചെയ്യുന്നുണ്ടോ, എവിടെ വിഷ്ണു ഉണ്ടോ അവിടെ ലക്ഷ്മി വരും. ലക്ഷ്മി ആരാ? കരാഗ്രേ, കൈയാണ് ഇങ്ങനെ, കരാഗ്രേ, അതിന്റെ അർത്ഥം അതാണ്. കരാഗ്രേ, കരത്തിന്റെ അഗ്രത്തില് വസത്തെ ആരുണ്ട്? ഇങ്ങനെ ചോദിച്ചാൽ എല്ലാവർക്കും അറിയില്ല എന്താ സംഭവം. കാശ് കാശ്. ഇപ്പൊ കരാഗ്രേ വസത്തെ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതാ ഗൗരി, പ്രഭാതേ കരദർശനം. നമ്മുടെ ശ്ലോകങ്ങൾക്കൊക്കെ എത്ര നല്ല മീനിങ് ആയിരുന്നു അറിയാം. പക്ഷെ ആരും ഇതിന്റെ മീനിങ് നോക്കാറില്ല. ഇതാണ് മോട്ടിവേഷൻ. ഒരാളും ഒരാളെയും മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. എന്റെ കാശ് എന്റെ കയ്യിലാണ്, എന്റെ അറിവ് എന്റെ കയ്യിലാണ്, എന്റെ ശക്തി എന്റെ കയ്യിലാണ്. ഇപ്പൊ എങ്ങനെയാ പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ആര് പറഞ്ഞു തന്നിട്ടുണ്ട്? സരസ്വതി പറഞ്ഞു തന്നിട്ടുണ്ട്, ബ്രഹ്മാവ് പറഞ്ഞു തന്നിട്ടുണ്ട്. ആലോചിച്ചൊക്കെ നമ്മുടെ കവിതകൾ അജ്ഞാന തിമിരന്തസ്യ ജ്ഞാന അഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതമ്മേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഏ ഗുരു, നിനക്ക് നമസ്കാരം. ആര്? എന്റെ കണ്ണിൽ കന്മഷി എഴുതി തന്നിട്ട് എനിക്ക് കാഴ്ച തരുന്ന ഭഗവാൻ ഗുരുവാണ് എന്റെ ഗുരു. ഉണ്ടാവണം, ചോദിക്കാൻ പഠിക്കണം, നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കണം. ഗുഡ്, വണ്ടർഫുൾ. അടുത്ത ക്വസ്റ്റ്യൻ. നോ സർ. ജ്യോതിഷത്തെ പറ്റി ചോദിക്കുവാണ്. അപ്പം ഇപ്പം കുറെ നാളായിട്ട് നരബലിയും കാര്യങ്ങളും നടക്കുന്നു ജ്യോതിഷ ബന്ധപ്പെട്ട്. രണ്ടും ബന്ധമില്ലാത്ത കാര്യം. ഞാൻ ചോദിക്കുന്നത് ജ്യോതിഷാണ്, നരബലി എന്ന് പറയും. നരബലിയും ജ്യോതിഷമായിട്ട് ഒരു ബന്ധമില്ല. അത് കാരണം ജ്യോതിഷന്മാരുടെ അടുത്ത് പോയിട്ട്, അത് ജ്യോതിഷന്മാര്, ഇത് ജ്യോതിഷം. രണ്ടും വ്യത്യാസമുണ്ട്. ചില ജ്യോതിഷികള് മണ്ടന്മാരായിട്ടുള്ളവര് പലതരത്തിലുള്ള മണ്ടത്തരവും പറയും. അവരെ ജ്യോതിഷരാണ് എന്ന് പറയുന്നത് നിങ്ങളാണ് മണ്ടന്മാർ. മനസ്സിലാവുണ്ടോ? നിങ്ങൾ ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് ഗുളിക തന്നാൽ ഡോക്ടർ 5 ദിവസം കഴിഞ്ഞ് കാണണമെന്ന് പറയും. എന്തിനാ? അയാൾക്ക് തന്നെ ഉറപ്പില്ല ഇത് കഴിച്ചാൽ ആണോ അല്ലയോ? അതുപോലെ പറയുന്ന ജ്യോതിഷികളെ നിങ്ങൾ ജ്യോതിഷി തന്നെ വിളിക്കില്ല, അല്ല കള്ള ജ്യോതിഷികളെന്ന് പറയും. പക്ഷെ എന്നാൽ കള്ള ഡോക്ടർ എന്ന് പറയാറുണ്ട്. കാരണം എന്താ? കാരണം നിങ്ങൾക്ക് മെഡിസിനിൽ പിന്നെ എന്തുണ്ട്? വിശ്വാസമുണ്ട്. ഡോക്ടറിൽ വിശ്വാസം ചിലപ്പോൾ കുറയും. അങ്ങനെയാണ് ഉണ്ടാവേണ്ടത് ജ്യോതിഷത്തിൽ. ജ്യോതിഷം നല്ലൊരു ശാസ്ത്രമാണ്. പക്ഷെ കൈകാര്യം ചെയ്യുന്നവര് ജ്യോതിഷം അറിയണമെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 നാഴികയാണ്. അതുകൊണ്ട് 1 മണിക്കൂർ അയാൾക്ക് മാത്തമാറ്റിക്സ് തോറ്റപ്പോഴല്ലേ ജ്യോതിഷം തുടങ്ങിയിട്ടുണ്ടാവുക? ആണോ അല്ലയോ? അയാൾ 10ാം ക്ലാസ്സിലെ ട്രിഗണോമെട്രി ഒന്ന് ചോദിച്ചു നോക്കുക. അതറിയാത്ത ആൾക്ക് എങ്ങനെയാണ് ഭൂമിയുടെ തിരിവിനെ കുറിച്ചൊക്കെ അറിയാം? അസ്ട്രോണമി എങ്ങനെ അറിയും? അസ്ട്രോണമി അറിയാണ്ട് എങ്ങനെ അസ്ട്രോളജി അറിയും? അപ്പൊ അതുകൊണ്ട് ജ്യോതിഷികളൊക്കെ മിക്കവാറും ആൾക്കാർ കള്ളന്മാരാണ്. അവർ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ പോലും, ഈ യോഗ എന്ന് പഠിപ്പിക്കുന്ന പലരും മഹാമണ്ഡന്മാരാണ്. നിങ്ങളൊക്കെ ചൊല്ലുന്ന ഒരു മന്ത്രം ഉണ്ടാവും യോഗ പഠിപ്പിക്കുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ. എന്താണ്? യോഗേന. ആരെ ചൊല്ലിയത്? ഗുഡ് ബോയ്. യോഗേന. ഒരു കാര്യം ഒന്നും കൂടി. യോഗേന. യോഗ എന്തിനു വേണ്ടിയിട്ടാണ്? മനസ്സിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിനെ തലകുത്തി വെക്കണേ പറയേ. എന്നിട്ട് ഇതിനെ കാലിന്റെ മുകളിൽ കാലൊക്കെ കയറ്റി വെക്കണേ. മനസ്സ് നന്നാവണമെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? പൃഷ്ഠം മുകളിലും തല താഴത്തൊക്കെ ആയിട്ട് കാലിന്റെ ഇടയിൽ വെക്കണമെന്ന് ഏത് യോഗിയാ പറഞ്ഞിരിക്കുന്നത്? പറയേ. യോഗേന ചിത്തസ്യ. അണ്ടർസ്റ്റുഡ്. ഫസ്റ്റ് ലൈൻ മനസ്സിലായല്ലോ? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. അടുത്ത ലൈൻ എന്താന്ന് പറയും? എന്താ അതിനർത്ഥം? നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം എന്നാണ്. പദം എന്ന് പറഞ്ഞാൽ വാക്ക്. വാച, വാക്കുകളിൽ നല്ല വാക്കുകൾ വരണേ. എൻ്റെ വാചകങ്ങൾ നല്ല വാചകങ്ങളാക്കി മാറ്റാൻ സാധിക്കണേ. അപ്പോൾ ആദ്യം വേണ്ടത് മനസ്സ് നന്നാവണം. 2 നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം. മൂന്നാമത്തെ എന്താ? മലം ശരീരസ്യ വൈദ്യകേന. എൻ്റെ ശരീരം ക്ലീൻ ആക്കാനുള്ള വൈദ്യന് എന്ന് വെച്ചാൽ ശരീരത്തിൽ അസുഖങ്ങളൊന്നും പാടില്ല. അപ്പൊ അസുഖം ഉള്ള ആളാണോ യോഗ ചെയ്യേണ്ടത്? അസുഖം ഇല്ലാത്ത ആളാണോ യോഗ ചെയ്യേണ്ടത്?
അപ്പൊ അസുഖങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് യോഗ ചെയ്യാൻ പാടില്ല. മനസ്സിലാവുണ്ടോ? യോഗേന ചിത്തസ്യ പതേന വാചാ മനം ശരീരസ്യ വൈദ്യകേന പ്രവരം മുനീനാം. ആ മഹർഷിമാരുടെയൊക്കെ ഏറ്റവും മുകളിലിരിക്കുന്ന മഹർഷി അതാരാണ്? പതഞ്ജലിം. പാപം പതഞ്ജലിയൊക്കെ ഇന്ന് ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും ശീർഷാസനം ചെയ്യുന്നവരെ കണ്ടാൽ. അയാൾ പറഞ്ഞിട്ടേയില്ല. പതഞ്ജലി യോഗശാസ്ത്രം ഫുള്ളെടുത്ത് പഠിച്ചാലും തലകുത്തി നിൽക്കാൻ പറഞ്ഞിട്ടില്ല. ശീർഷാസനം പറഞ്ഞിട്ടില്ല. സൂര്യ നമസ്കാരം പറഞ്ഞിട്ടില്ല. മനസ്സിലാവുണ്ടോ മക്കളെ? ഇതൊക്കെ തട്ടിപ്പ. ഇതാരാ തുടങ്ങിയെന്ന് ചോദിച്ചാൽ ഒരു പണിയും കിട്ടാണ്ട് പൂനെയിൽ തെണ്ടി നടന്ന അയ്യങ്കാർ എന്ന് പറയുന്ന സ്വാമി, ഒരു പണിയും കിട്ടാത്തപ്പോ അയാളുടെ കസിൻ ബ്രദറായ ജർമ്മനിയിലൊക്കെ പോയിട്ട് കുറെ ജിംനാസ്റ്റിക്സ് ഒക്കെ പഠിച്ച കൽക്കട്ടയിലുള്ള അയാളുടെ ബ്രദറും രണ്ടാളും കൂടി ചേർന്ന് മൈസൂർ പാലസ് രാജാവിനെ കണ്ട് അവിടെ പോയിട്ട് വരുന്ന കുറെ ഫോറിനേഴ്സിനെ ആസ്വദിപ്പിക്കാൻ വേണ്ടി കാണിച്ച സർക്കസ് ആണ് ഇന്ന് നിങ്ങൾ പഠിക്കുന്ന 3 മാസം പഠിച്ച് യോഗ ആചാര്യൻ എന്നൊക്കെ പറഞ്ഞ് പദവി വെച്ച് എല്ലാരെ കൊണ്ടും തലകുത്തി നിൽക്കും. ഒരു ഗുണവും. ഒരാളും ചോദിക്കില്ല. കാരണം എന്താ? പ്രൈം മിനിസ്റ്റർ ആണ് പറഞ്ഞത് എല്ലാവരും ചെയ്യണം. കൊറോണ വന്നപ്പോ പ്ലേറ്റ് കൊട്ടാൻ പറഞ്ഞതും അയാളാണ്. മനസ്സിലാവുണ്ടോ? നിങ്ങൾ ചോദിക്കണം. ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ച് മനസ്സിലാവുണ്ടോ? പ്രാണാപാന വ്യാനോധാന സമാനാമേ ശുദ്ധ്യന്താം ജ്യോതിരഹം വിരജാ വിപാത്മാ ഭൂയാസംഗ സ്വാഹ. വാക്കുകൾ വരണം. ഇങ്ങനെ മന. പതഞ്ജലിയുടെ അതേ സ്റ്റെപ്പിലാണ്. നല്ല വാക്ക് വരണമെങ്കിൽ നല്ല മനസ്സുണ്ടാവണം. വാക്ക്, മന, ചക്ഷു, ശ്രോത്ര, ഘ്രാണ, ജിഹ്വാരേതോ ബുദ്ധ്യാകൃതി സങ്കല്പാമേ ശുദ്ധ്യന്താം. എനിക്ക് നല്ല സങ്കല്പങ്ങൾ ഉണ്ടാവട്ടെ, എന്റെ ചിന്തകൾ നന്നാവട്ടെ. പ്രാണം നല്ല തരത്തിൽ പ്രാണം എടുത്താല് പ്രാണായാമേന യുക്തേന. യാമം എന്ന് പറഞ്ഞ സമയമാണ്. പ്രാണന്റെ യാമം ഡിസ്റ്റൻസ് കൂട്ടി ചെയ്താൽ പ്രാണായാമേന യുക്തേന സർവരോഗ സമാരഹം. എല്ലാ അസുഖങ്ങളും മാറും. അയുക്താഭ്യാസ യോഗേന നന്നായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പല അസുഖങ്ങളും വരും. അണ്ടർസ്റ്റുഡ്? ഇവിടെയൊക്കെ പള്ളിക്കത്തോടൊക്കെ ചില ആൾക്കാരില്ലേ ഒരു മൂക്കിൽ ശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. 1000 റുപ്യ ഒരു മൂക്കിൽ പഠിപ്പിക്കും, മറ്റേ മൂക്കിൽ 2000 റുപ്യ വെച്ച് പഠിപ്പിക്കുന്നത് ഇല്ലേ? കുഴപ്പമില്ല, പള്ളിക്കത്തോടൊക്കെ കുഴപ്പമില്ല. പക്ഷെ അത് ഹൈദരാബാദിലൊക്കെ ആരെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ പറയും ചെയ്യരുത്. കാരണം അവിടെ ഫുൾ പൊല്യൂഷനാണ്. ആ പൊല്യൂഷനുള്ളടുത്ത് അങ്ങോട്ട് കയറ്റി വിളിച്ചാൽ എന്ത് പറ്റും? എല്ലാ പൊടിയും ഉള്ളിൽ കയറും. പിറ്റേ ദിവസം മുതൽ ശ്വാസം മുട്ടും. നല്ല അവര് ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നത് എന്താണെന്നറിയോ? ഇന്നലെ കണ്ട ആരോ കണ്ടു ഒരു വീഡിയോ. ടേക്ക് ഓക്സിജൻ ഇൻസൈഡ്. എന്താണ്? അപ്പൊ ഇതെന്താ ഫിൽട്ടർ ആണോ? എയറിനെ മാറ്റി ഓക്സിജൻ മാത്രം കടത്തി വിടുന്ന ഒരു ഫിൽട്ടർ. അത് ഇതുവരെ അവൻ കെമിസ്ട്രി പാസ്സായിട്ടില്ല. എയറില് ഇത് തമാശ പറയല്ല മക്കളെ. എൻവിറോൺമെന്റ് സയൻസിനെ കുറിച്ച് വലിയൊരു സെമിനാർ നടന്ന സമയത്ത് ഞാനൊരു സ്പീക്കറായിട്ട് എന്റെ തൊട്ടടുത്ത് മെമ്പർ ഓഫ് പാർലമെന്റ് ആയ CP അയ്യാണോ എമ്മാന്നൊന്നും ഞാൻ പറഞ്ഞില്ല, ആ ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് പ്രഭാഷണം നടത്തിയത് ആകെ കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രഭാഷണം നടത്തി. എൻ്റെ അടുത്ത് എത്ര % കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും എയറിൽ? അതൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ യൂറോപ്പിൽ ട്രിപ്പിന് പോയി. എന്തിന്? പൊല്യൂഷനെ കുറിച്ച് പഠിക്കാൻ, ഇന്ത്യൻ പൊല്യൂഷനെ കുറിച്ച് പഠിക്കാൻ അവിടെ പോയിട്ട്. എന്നിട്ട് പെർസെൻറ്റേജ് ആൾ പഠിച്ചിട്ടേ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു മാഷെ അത് 0.04% കാർബൺ ഡൈ ഓക്സൈഡ്. അത്രേ ഉള്ളൂ. എന്നാ അത് പണ്ടേ പറയണ്ടേ. അയാളുടെ വിചാരം കാർബൺ ഡൈ ഓക്സൈഡ് കുറെ ഉണ്ട് ഇവിടെ. ആകെ 0.04% ഉള്ളൂ മാഷെ. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എന്നിട്ടാണ് വലിയ കുഴപ്പമുണ്ടാക്കുന്ന ആൾക്കാർ. അപ്പൊ ഓക്സിജനോ 16%. അതല്ലേ അധികം. പിന്നെന്താ പ്രശ്നം? എന്താ പറ?
എന്താ പ്രശ്നം? ഈ 16% 0.04% ഉള്ള എയർ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തുമ്പോഴത്തേക്കും, അത് പള്ളിക്കത്തോട്, ഞാൻ സെക്കന്ദരാബാദിന്റെ കാര്യമാണ്, പിന്നെ കുറച്ച് വിവരം കൂടുതൽ, അതാ കുഴപ്പം. അവന്റെ ധാരണ എനിക്ക് വിവരം ഉണ്ടെന്നപ്പോ എല്ലാം അറിയിക്കണം എന്നുള്ള ഇഷ്ടം. മോനെ എല്ലായിടത്തും കൃത്യമല്ല, ഓരോ സ്ഥലത്തും വ്യത്യാസമുണ്ട്, മനസ്സിലായോ? കൈലാസത്തിൽ പോയാൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും, മദ്രാസ് സിറ്റി പോയാൽ അതിലും കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ബിറ്റ്വീൻ 16 to 20% ഒക്കെയാണ് സാധാരണ പറയാം. 24% ഒക്കെ ആണെങ്കിൽ ഫയർ വരും. അതുകൊണ്ടാണ് ഈ ഹിമാലയത്തിലേക്ക് നോക്കുമ്പോൾ ഫയർ വരുന്നത്. ചെറിയ ഫ്രിക്ഷൻ വരുമ്പോൾ ഓക്സിജൻ കൂടിയാൽ നിങ്ങളിപ്പോൾ ഇങ്ങനെ ആക്കാം, എന്നിട്ട് ഓക്സിജൻ അതുവഴി പാസ് ചെയ്യാം, അപ്പൊ ഫയർ വരും അവിടെ. അല്ലാണ്ട് മാജിക് ഒന്നല്ല ഇങ്ങനെ ആക്കുമ്പോൾ ഫയർ വരുന്നത്. നല്ല ഓക്സിജന്റെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി, ആ ഫ്രിക്ഷൻ മതി ഫയർ വരാൻ. ഫൈൻ. സ്വാമി വിചാരിച്ച് എനിക്ക് അറിയാത്തോണ്ട് ഇതൊക്കെ പറയണം. അപ്പൊ എന്ത് ചെയ്യണം? ആ ഓക്സിജൻ നമ്മുടെ ഉള്ളിലേക്ക് 16% 21% ആയിക്കോട്ടെ, അത് ഉള്ളിൽ കയറുമ്പോ നിങ്ങളുടെ ഉള്ളിൽ കംപ്ലീറ്റ് പൊല്യൂഷൻ ആണെന്ന് വിചാരിക്കും. കംപ്ലീറ്റ് പൊല്യൂഷനാണ് ഉള്ളെന്ന് വിചാരിക്കും. എന്ത് പറ്റും? കാർബൺ ഡൈ ഓക്സൈഡ് 4.4% ആണ്. ഓക്സിജൻ എന്ത് ചെയ്യും? ആ 20% 16% ആവും. ഇനി 16% ആണെന്ന് വിചാരിക്കേ, ഞാൻ ഫുൾ പൊല്യൂഷൻ ഉള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കും. എന്ത് പറ്റും? നല്ല ശുദ്ധമായ വെള്ളം ആകെ ക്ലീൻ അല്ലാത്തൊരു പാത്രത്തിൽ ഒഴിച്ചാൽ എന്ത് പറ്റും? ആ വെള്ളം ക്ലീൻ അല്ല ഉണ്ടാവും ഇല്ലേ? അതുപോലെ ഓക്സിജൻ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും 10 ഡിഫറെന്റ് ഭാഗങ്ങളായിട്ട് ഓക്സിജനെ ഡിവൈഡ് ചെയ്യും നമ്മുടെ ശരീരത്തിൽ. എന്തിനൊക്കെയാ ആക്കണ്ടേ ഇല്ലേ? എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നതിന് അതിനുള്ള എയർ പോലും നമ്മൾ വിശ്വസിക്കുന്ന ഓരോ പ്രാവശ്യവും അതിനെ ഡിവൈഡ് ചെയ്ത് വെക്കുന്നുണ്ടേ. എന്ത് നല്ല മിഷനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്വെറ്റ് പോവാൻ, ശരീരത്തിലുള്ള എല്ലാ ദൂഷ്യങ്ങളും പുറത്തേക്ക് കളയാൻ ആവശ്യമായ ഡിഫറെന്റ് എയർ, ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യാനുള്ള എയർ, ഇങ്ങനെ ഓരോന്നിനും ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള എയർ ശരീരത്തിൽ ആകെ പോകുമ്പോഴത്തേക്കും ഓക്സിജന്റെ കണ്ടന്റ് കുറഞ്ഞ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കണ്ടന്റ് 4% ആയിട്ട് പുറത്തു വിടുമ്പോൾ ബാക്കിയെല്ലാം ഏകദേശം ഒരേപോലെ തന്നെ ആയിരിക്കും, വ്യത്യാസം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓക്സിജൻ ഉള്ളിലെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നു പറയുന്നത്. അതങ്ങനെ അല്ലാതെ 0.04 ഉള്ളിലെടുത്ത് 20% ഓക്സിജനും ഉള്ളിലെടുത്താൽ ഒന്ന് പുറത്തു വിടുന്നതും അതേ പെർസെൻറ്റേജിലാണെങ്കിൽ എൻ്റെ ശരീരം ക്ലീൻ ആണെന്നർത്ഥം. അങ്ങനെ ക്ലീൻ ആയിട്ടുള്ള ശരീരമാവണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഓരോ പൂജാരിയും കാലത്ത് ചൊല്ലുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ കഴിവുണ്ടാക്കി ശരീരത്തിന് ശുദ്ധി എന്ന് പറയുന്നത് കുളിച്ചിട്ട് മാത്രമല്ല, ഉള്ളിലും ശുദ്ധമായി ഒരു പൊല്യൂഷനും ഇല്ലാത്തൊരു വ്യക്തി വിളിക്കുമ്പോഴാണ് ഭഗവാൻ വിളിച്ചെടുത്തേക്ക് വരിക. അപ്പോഴാണ് ആഗമാർത്ഥം ദേവാനാം ഗമനാർത്ഥം രാക്ഷസാം, ഇവിടെ വന്നിരിക്കട ഭഗവാൻ എന്ന് ഭഗവാനോട് ആജ്ഞാപിക്കാൻ പറ്റുന്ന ആളായിട്ട് മാറും പൂജാരി. അങ്ങനെയാണ് തന്ത്രശാസ്ത്രം പഠിക്കുക. അത് പഠിച്ച ആളാണ് ബ്രഹ്മശ്രീ KPC അനുജൻ ഭട്ടതിരിപ്പാട്. ബ്രഹ്മശ്രീ KPC അനുജൻ ഭട്ടതിരിപ്പാട് അദ്ദേഹമാണ് എൻ്റെ ഗുരു. തന്ത്ര സമുച്ചയം എന്നാണ് പുസ്തകത്തിന്റെ പേര്. അപ്പൊ അത് പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ആദ്യം യോഗിയാവണം എന്നാണ്. എന്താ യോഗിയുടെ പ്രത്യേകത? ശരീരം പുറത്ത് മാത്രം ക്ലീൻ ആയാൽ പോലെ എവിടെയും ക്ലീൻ ആവണം, അകത്തും ക്ലീൻ ആവണം. ആ അവസ്ഥയിലേക്ക് നമ്മളെ മാറ്റണമെങ്കിൽ അതാണ് പതഞ്ജലി ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ്. അങ്ങനെ എത്തുമ്പോൾ യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി. യമ നോൺ വയലന്റ്. എന്താ നോൺ വയലൻസ്? അങ്ങനെ പറയുമ്പോഴും എൻ്റെ ഹാർട്ട് ബീറ്റിൽ ഒരു ചേഞ്ചും ഇല്ല, അവളുടെ ഹാർട്ട് ബീറ്റ് ചെയ്യും. മനസ്സിലാവുണ്ടോ? ദേഷ്യം എനിക്കല്ല വരുന്നത്. എന്താണ്? വഴക്ക് പറയുമ്പോൾ, നിങ്ങളെ വഴക്ക് പറയുമ്പോഴൊന്നും എൻ്റെ ഹാർട്ട് ബീറ്റ് മാറുന്നില്ല. ഒട്ടനെ എനിക്ക് ചിരിക്കാൻ പറ്റും. എന്താ കാരണം? അത് ഞാൻ ചെയ്യുന്ന പണിയുടെ ഭാഗമാണ്. എൻ്റെ ഉള്ളിൽ ഇതിനൊന്നും ഒരു എഫക്റ്റ് ഇല്ല. മനസ്സിലാവുണ്ടോ? ആ സ്വഭാവത്തിനെയാണ് യമ എന്ന് പറയുക. ആരാ യമ സ്വഭാവത്തിലെത്തിയിട്ടുള്ള ഏക വ്യക്തി? ലോകത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മനുഷ്യനായിട്ട് മാറിയിട്ടുള്ള ഒരാളാരെന്നറിയാം? മഹാത്മാഗാന്ധി. നോൺ വയലൻസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ. ആണോ അല്ലയോ? അതുകൊണ്ട് യോഗയും മഹാത്മാഗാന്ധിയും ബന്ധമുണ്ടോ ഇല്ലയോ?
ഇപ്പൊ യോഗ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്ത ആരാന്ന് ചോദിച്ചാൽ ഉടനെ എന്ത് പറയണം? മഹാത്മാഗാന്ധി. ഏത് സ്റ്റെപ്പിലേ പോയിട്ടുള്ളൂ? ആദ്യത്തെ സ്റ്റെപ്പിൽ. LKG മാത്രമേ പഠിച്ചിട്ടുള്ളൂ യോഗയുടെ. പക്ഷെ അത് കൃത്യമായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്തു. ലോകത്തിലെ ഏറ്റവും നല്ല യോഗീശ്വരൻ ആരാണെന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധിയാണെന്ന് പറയും. നമ്മളിപ്പോൾ അറിയുന്ന കൂട്ടത്തിൽ പെട്ടിട്ടുള്ളൂ. കാരണം നോൺ വയലൻസ് മാത്രം, ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രം കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തപ്പോ ലോകം അദ്ദേഹത്തെ റെക്കഗ്നൈസ് ചെയ്തു. യമ, നോൺ വയലൻസ് എന്നാണ് അർത്ഥം, മറക്കരുത്. നിയമ, ഡിസിപ്ലിൻ. എന്താ ഡിസിപ്ലിൻ? ഇങ്ങനെ ഇരിക്കുന്നതൊന്നുമല്ല ഡിസിപ്ലിൻ. എഴുതാന്ന് പറഞ്ഞാൽ എഴുതുന്നതാണ് ഡിസിപ്ലിൻ. ആളിങ്ങനെ ആ ബ്രഹ്മത്തിൽ ഇങ്ങനെ ഇരിക്കുക, മറന്നുപോയി എഴുതാൻ പറഞ്ഞ കാര്യം. ഇങ്ങനെ ഗ്ലൂ ഫുൾ ആസ്വദിച്ചിരിക്കുക, ഒക്കെ മറന്നുപോയി എഴുതാൻ, അല്ലേ മോളെ? ആ, അങ്ങനെ പോരാ, എഴുതണം. ഓക്കെ. നിയമം എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ ആണ്. എന്താ ഡിസിപ്ലിൻ? ആരെങ്കിലും പറഞ്ഞു ചെയ്യുന്നതല്ല ഡിസിപ്ലിൻ, അറിഞ്ഞു ചെയ്യുന്നതാണ് ഡിസിപ്ലിൻ. യമ, നിയമ, ആസന. ഇരിക്കാൻ അറിയണം. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ തരത്തിലിരിക്കണം. എങ്ങനെ ഇരിക്കണം? സിറ്റിംഗ് ഡോക്ടർ TPS. യൂട്യൂബിൽ പോയി നോക്ക് മക്കളെ. രാമകൃഷ്ണ മഠം, ഹൈദരാബാദ്, വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ എക്സലൻസ്, വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ എക്സലൻസ്, VIHU അല്ല HE ഡോക്ടർ TPS, VIHE ഡോക്ടർ TPS അടിച്ചു നോക്ക്. കുറേ ക്ലാസ് കാണും. അവിടെ കുറെ കാലമായി പോവാത്തത് അടുത്ത കാലത്ത് പോയ സമയത്ത് ഗർഭിണികൾക്കുള്ള യോഗ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ഈ ഭാഗത്തുള്ള BAMS, ബാച്ചിലർ ഓഫ് ആയുർവേദ കഴിഞ്ഞിട്ടുള്ള ഒരു ടീച്ചറാണ്. കാരണം കേരളത്തിൽ ആയുർവേദം ഗ്രേറ്റ് ആണെന്നൊക്കെ ഒരു ധാരണ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അവിടെയുള്ളൊരു ചെറിയ കുട്ടിയാണ്. അവർക്ക് എന്നെ അറിയാം, നേരിട്ട് കണ്ടിട്ടില്ല. ഫോണിൽ ഒരു പ്രാവശ്യം എന്തോ ഒരു ആവശ്യത്തിന് എന്നെ വിളിച്ചപ്പോൾ ഞാൻ സംസാരിച്ചിട്ടുള്ള കുട്ടിയാണ്. അവർ പഠിപ്പിക്കുന്നു. അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ കുട്ടികളുടെ ഇടയിൽ പോയിട്ട് ടീച്ചർ തെറ്റാന്ന് പറയാൻ പാടില്ല വെച്ചിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ അന്ന് വൈകുന്നേരം ഞാൻ ഒരു വീഡിയോ ഇട്ടതാണ്, ഹൗ ടു സിറ്റ്. മിക്കവാറും ആൾക്കാര് ചമ്രം പടഞ്ഞ് നിലത്തിരിക്കാൻ പറയും, ഇല്ലേ? തെറ്റാ. എവിടെ ഇരിക്കണം? നമ്മളൊക്കെ ചെറുപ്പത്തില് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പലക തരും. പഴയ വീടുകളിലൊക്കെ പൂജാരിമാരൊക്കെ ഇരിക്കാറില്ലേ, അല്ലേ? ഞങ്ങളുടെയൊക്കെ വീട്ടിൽ കുറേ പലകകൾ വ്യത്യസ്ത ഹൈറ്റിലാണ്. എന്തിനാ? ഓരോരാൾക്കും ഇരിക്കുമ്പോ സുഖ ആസനത്തിന് ഇരിക്കാൻ പറ്റുന്ന പലകകളാണ്. ഞാൻ ഏത് ഹൈറ്റിലുള്ള പലക വെച്ചാലാണോ എനിക്ക് ചമ്രം പടഞ്ഞിരിക്കുമ്പോ എന്റെ ബാക്ക് ബോൺ സ്ട്രെയിറ്റ് ആവുക, ആ അവസ്ഥയിലേ ഞാൻ ഇരിക്കാവൂ. അണ്ടർസ്റ്റുഡ് വാട്ട് ഐ ആം സേയിങ്? അപ്പൊ എങ്ങനെ ഇരിക്കണം? ഞാൻ ചമ്രം പടഞ്ഞ് ഇവിടെ ഇരിക്കരുത്. എന്ത് ചെയ്യണം? ചമ്രം പടഞ്ഞ് ഇവിടെ ഇരിക്കണം. എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാം. ഇത്ര സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല, എന്റെ കാല് ഇവിടെയാണ്. പറ്റുമോ? അപ്പൊ ഏതാ ഏറ്റവും നല്ല ഇരിപ്പിടം? ഞാൻ ഇരിക്കുമ്പോ എന്റെ സീറ്റ് കുറച്ച് പൊക്കാനും എന്റെ കാല് താത്തി വെക്കാനും പറ്റിയിട്ടാണ് ഒരു സ്പോഞ്ച് വെക്കുന്നത്. നിങ്ങൾ എല്ലാ മഹർഷിമാരും ഇരിക്കുമ്പോ ഒരു സ്പോഞ്ച് വെച്ചിട്ട് അതിന്റെ മുകളിലായിരിക്കും. കണ്ടിട്ടുണ്ടോ? അണ്ടർസ്റ്റുഡ്? അപ്പൊ ഞങ്ങളൊക്കെ ആദ്യം ഋഷികേശ് ആണ് എന്റെ ആശ്രമം. അപ്പൊ ഋഷികേശിൽ പോയാൽ ഞങ്ങളെ ഇരിക്കാൻ പഠിപ്പിക്കുന്നത് ഒരാഴ്ചയാണ്. എങ്ങനെ ഇരിക്കണം എന്ന് പഠിപ്പിക്കാൻ ഒരാഴ്ച പഠിപ്പിക്കും. കാരണം ആ ഇരുത്തം വന്നാൽ ബാക്കിയെല്ലാം പഠിച്ചു. കാരണം ആദ്യം അറിയേണ്ടത് ഇരിക്കാനാണ്. അപ്പൊ അങ്ങനെയാണ് പഠിക്കുക. അപ്പൊ നിങ്ങൾ ഇരിക്കുമ്പോ എത്ര സമയം വേണമെങ്കിൽ ഇരിക്കാം. 24 മണിക്കൂറോ 48 മണിക്കൂറോ ഒക്കെ അനങ്ങാണ്ടിരിക്കണമെങ്കിൽ എനിക്കില്ല. പക്ഷെ നേരെ ഇരുന്നാൽ പറ്റില്ല. ഒരു കാല് ഒരു സ്റ്റെപ്പ് താഴ്ത്ത് വെക്കുന്ന ആ ഒരു പൊസിഷനിൽ എനിക്ക് ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ എത്ര മണിക്കൂർ ഇരിക്കും? അതിനെയാണ് ആസനം എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് യോഗാസനം. യോഗം പഠിക്കാൻ ഇരിക്കുന്ന, ഏത് പഠിക്കാനും ഇരിക്കുന്ന, ഞാൻ ഭഗവാനുമായിട്ട് യോഗം ചെയ്യാൻ എനിക്ക് വളരെ സ്വാസ്ഥ്യത്തിലിരിക്കാൻ പറ്റുന്ന, സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് യമ, നിയമ, ആസന, പ്രാണായാമ. എങ്ങനെയാ പ്രാണായാമം? ഇങ്ങനെ ഒന്നും ആവശ്യമില്ല. നമ്മൾ നല്ലപോലെ നാമം ചൊല്ലുമ്പോൾ രാമ 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 എന്ന് ചൊല്ലുമ്പോൾ അറിയാണ്ട്
എടുത്തിട്ട് പിന്നെ പതുക്കെ വിടും അല്ലേ? യെസ് ഓർ നോ? പ്രാണാപാന വ്യാനോധാന സമാനാമേ ശുദ്ധ്യന്താം ജ്യോതിരഹം വിരജാഭിപാത്മാ ഭൂയാസംഗ സ്വാഹ വാക്മന ചക്ഷുസൂത്രങ്ങൾ. അപ്പൊ അത് എടുത്തിട്ടാണ് വിടുന്നത്. അങ്ങനെ വിടുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര പറ്റുമോ അത് പറ്റുന്നതാണ് നിങ്ങളുടെ പ്രാണായാമം. ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യരുത്. ഓരോരാൾക്കും ഞാൻ കഴിക്കുന്ന അത്ര ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും ഇല്ല, ഞാൻ ഇത്ര കഴിക്കുള്ളൂ, നിങ്ങൾ കുറെ കഴിക്കും. അപ്പൊ ഓരോരാൾക്കും പറ്റുന്നത്രേ ചെയ്യാവൂ. അതാണ് നിങ്ങളുടെ സുഖം. ഓക്കെ, അപ്പൊ പ്രാണായാമം കഴിഞ്ഞു. പിന്നെ ചെയ്യേണ്ടത് എൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റും. ശ്രദ്ധിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ കാണും പക്ഷെ കാണില്ല, കേൾക്കും പക്ഷെ കേൾക്കില്ല, ശ്രദ്ധിക്കില്ല എന്നർത്ഥം. ശ്രദ്ധ എവിടത്തേക്ക് കൊണ്ടുപോകാൻ പറ്റണം? എനിക്ക് എന്ത് വേണോ അതിലേക്ക്. ആ സമയത്ത് എനിക്ക് എത്തുന്ന ഒരു അവസ്ഥയാണ് ധ്യാനം. അപ്പൊ എൻ്റെ ധ്യാനം പഠനത്തിലാണ് എന്ന് പറയാറുണ്ട്. എൻ്റെ ധ്യാനം എന്തിലാണ് എന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റണം. അത് നിങ്ങൾക്ക് പറ്റുമോ? വളരെ എളുപ്പമാണ്. നല്ല തിരക്കുള്ള മാർക്കറ്റിൽ നിങ്ങൾ അടുത്ത സുഹൃത്തിനോട് സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ മാർക്കറ്റിലുള്ള എന്തെങ്കിലും സൗണ്ട് നിങ്ങൾ കേൾക്കാറുണ്ട്? നിങ്ങൾക്ക് ആവശ്യമുള്ളതേ കേൾക്കുള്ളൂ. ബാക്കി ഒരു സൗണ്ടും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാറില്ല. അപ്പൊ നിങ്ങൾ വായിക്കുമ്പോൾ വല്ലാത്ത ഡിസ്റ്റർബൻസ് എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ശ്രദ്ധ വായനയിലല്ല. ആര് ഡിസ്റ്റർബ് ചെയ്താലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല നിങ്ങൾ ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പോൾ ഞാൻ വഴക്ക് പറയണം. പക്ഷെ അടുത്തിരിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ആണ്ടാച്ചിട്ട് അത് എൻ്റെ ആവശ്യമാണ്. ഇപ്പൊ നിങ്ങൾ രണ്ടാളും വർത്താനം പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെ നേരെ പിന്നിലിരിക്കുന്ന ആൾക്കും ശ്രദ്ധ പോകും. അതുകൊണ്ടാണ് ഡൽഹിയിൽ പണ്ടൊരു പ്രഭാഷണം നടത്തുമ്പോൾ കുറേ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ ഫുള്ളാണ്, 400 പേരുണ്ട്. ഒരു ചെറിയൊരു കുട്ടിയെ കൊണ്ട് അമ്മ ഇരിക്കുന്നു. ആ കുട്ടി ഇങ്ങനെ ഓടുന്നു. നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പ്രഭാഷണം കുറേ ആധ്യാത്മിക പ്രഭാഷണം നടത്തുന്നവരാണ്. ഡൽഹിയിലൊക്കെ നല്ല ഓഡിയൻസ് ഉണ്ടാവും. അമ്മ എന്ത് ചെയ്യും? കുട്ടി ഓടുന്ന കണ്ടാല് പിന്നാലെ ഓടും, എന്നിട്ട് പിടിച്ചെടുത്തിരുത്തും. പിന്നെയും കുട്ടിയോടും പിന്നാലെ ഓടും. അപ്പൊ ഞാൻ പറഞ്ഞു, കുട്ടി കളിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ, പക്ഷെ അമ്മ കളിക്കുന്നത് മാത്രം ശ്രദ്ധിക്കുന്ന ചില ആൾക്കാരുടെ അവിടെ ഉണ്ട്, അവരൊന്നും ശ്രദ്ധിച്ചോളണം കേട്ടോ. അപ്പൊ ഈ അമ്മയ്ക്ക് വല്ല അട്ടി കിട്ടിയ പോലെ അല്ലേ? കുട്ടി കളിക്കുന്നതൊക്കെ ഇഷ്ടമാണ് കാണാൻ, പക്ഷെ ഈ അമ്മമാര് കളിക്കുന്നതേ ഫ്രണ്ടിൽ സ്റ്റേജിന് മുമ്പിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരവിടെ പോയിരുന്നു റെഡിഷായി. കുട്ടി ഓടിപ്പോയി. പിന്നെയും തിരിച്ചു നോക്കുമ്പോൾ അമ്മയുടെ മുഖമൊക്കെ റെഡായിരിക്കുന്നുണ്ട്. കുട്ടി അനങ്ങാണ്ട് അവിടെ പോയിരുന്നു. ഇതാദ്യം ചെയ്യാമായിരുന്നു. ഈ കുട്ടിയുടെ പിന്നാലെ ഓടുന്നത് കൊണ്ടാണ് കുട്ടി ഓടുന്നത്. 6 മാസമൊക്കെ അമേരിക്കയിൽ താമസിച്ച സമയത്ത് ഒരു കുട്ടിയും കരയുന്നത് കേട്ടിട്ടില്ല. അവിടെ കുറെ കുട്ടികളുണ്ട്, ഒരാളും കരയാറില്ല. എന്താ കാരണം? കരഞ്ഞാലും അമ്മമാര് ശ്രദ്ധിക്കില്ല. അങ്ങനെ ശ്രദ്ധിക്കാണ്ടിരുന്ന കുട്ടികൾ കരയില്ല. ഇവിടെ എങ്ങനെയാ? കരയാൻ തുടങ്ങണ്ടായിരുന്നു മുമ്പ് എന്താ മോളെ കരയണേ, അപ്പൊ പിന്നെ അത് ചോദിച്ചില്ല എന്ന് വിചാരിക്കേ, മൈൻഡ് ചെയ്യില്ല. ഞാൻ കുറേ കുട്ടികളെ LKG കുട്ടികളെ UKG കുട്ടികളെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ എല്ലാവരും ഇങ്ങോട്ട് നോക്കൂ, ആരും നോക്കില്ല. കാരണം എന്താ? LKG മുതൽ കുട്ടികളെ ഇങ്ങോട്ട് നോക്കൂന്ന് പറയുമ്പോൾ നോക്കാറില്ല. ആ സ്വഭാവം ഉള്ളത് കൊണ്ട് എന്തായി? ആ സ്വഭാവം ഉള്ളത് കൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. ഫ്രണ്ടിൽ കാലി സീറ്റ് ഉണ്ട്, അങ്ങോട്ട് മാറും എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാറില്ല. കാരണം എന്താ? നിങ്ങൾ കാത്തിരിക്കുകയാണ്. ആർക്ക്? ടീച്ചർ വന്ന് പിടിച്ചു മുമ്പിലിരുന്നു എങ്കിലേ മാറും. യു ആർ ഗൈഡഡ്, അൺനെസസറിലി ഗൈഡഡ്. അനാവശ്യമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. അത് നിർത്തണം. നിങ്ങൾ തന്നെ തീരുമാനിക്കുക, എനിക്ക് ചെയ്യാൻ പറ്റും, വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളും, എന്നെ ആരും ഗൈഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ സ്വയങ്ങൾ തീരുമാനിച്ചാൽ എന്താവും? യു വിൽ ബിക്കം മോർ മച്യൂർഡ്. അതാവണം. അപ്പോ നിങ്ങളുടെ ശ്രദ്ധകളൊക്കെ നിങ്ങളുടെ കൺട്രോളിൽ വരും. എനിക്ക് ആവശ്യമുള്ളതേ ഞാൻ കാണുള്ളൂ, ആവശ്യമുള്ളതേ കേൾക്കുള്ളൂ. എന്തുകൊണ്ടാണ് ഒരു കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കാത്തത്? നിങ്ങൾ ഒറ്റക്കാണെങ്കിൽ നിങ്ങൾ ചെയ്തേനെ. നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആള് പോണോ? വേണ്ടടാ, എന്നാ ശരി. അപ്പൊ നിങ്ങൾ നല്ലതാണ്.
മെൻ ആർ ക്രൂവൽ ബട്ട് ദ മാൻ ഈസ് കൈൻഡ് എന്നൊരു പ്രോവർബ് ഉണ്ട്. മെൻ ആർ ക്രൂവൽ, മാൻ ഈസ് കൈൻഡ്. എല്ലാ MEN എന്ന് ചേർക്കുന്നതിനും ബ്രാക്കറ്റ് ഇട്ട് തൊട്ടിപ്പുറത്ത് WO കൂടി ഉണ്ടാവും. വുമൺ ആർ ക്രൂവൽ, വുമൺ ഈസ് കൈൻഡ് എന്നൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ തീരുമാനിക്കുക, ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ സംബഡി എൽസ്. ആരുമായിട്ടേ കൂട്ടുപാടുള്ളൂ? എനിക്ക് നല്ല ഗൈഡൻസ് തരുന്നവരുമായിട്ട് കൂട്ടുപാടുള്ളൂ. മിക്കവാറും ആൾക്കാർ മോശമാവുന്നത്, നിങ്ങളുടെ പ്രായത്തിൽ എല്ലാവരും മോശമാവുന്നത് കാരണം നിങ്ങളുടെ ഫ്രണ്ട്സാണ്. അതാണ് ഞാൻ പറഞ്ഞത് ഇന്നലെ. ശകുനിയാണ് ദുര്യോധനാക്കിയത്. അമ്മമാര് വിളിച്ചിടക്കിടക്കേ പറയും, എന്തിനാ മോനെ ഇങ്ങനെ ആവണത്? നിന്റെ കസിൻ ബ്രദേഴ്സ് ഇല്ലേ പാണ്ഡവന്മാര്, അതുപോലെ ആയിക്കൂടെ? അപ്പൊ ദുര്യോധനൻ പറയാറുണ്ട്, ജാനാമി ധർമ്മം. അമ്മേ, എനിക്കറിയാം എന്താണ് ധർമ്മം, എന്ത് ചെയ്യണം. നചമേ പ്രവൃത്തി, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ജാനാമ്യ അധർമ്മം, എനിക്ക് എന്താണ് തെറ്റെന്നറിയാം. നചമേ നിവൃത്തി, ചെയ്യാണ്ടിരിക്കാൻ പറ്റുന്നില്ല. ചെയ്യുന്നൊക്കെ അബദ്ധം. എന്താ കാരണം? കേനാപി കാമേന ഹൃദിസ്ഥിതേന യഥാ നിയുക്തോസി തഥാ കരോമി. എന്തോ ഒരു ഡിസയർ എന്നിൽ ഇത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ 10 ദിവസം അനാവശ്യമായ ഒരു കാര്യവും, ഒരു ടൈം പാസ് ഡിസ്കഷനും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഉണ്ടാവില്ല. ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് ആലോചിച്ച് നോക്ക്. യു വിൽ ചേഞ്ച്. 18 ദിവസം, 19ാമത്തെ ദിവസം യു വിൽ ബി എ സൂപ്പർ പേഴ്സൺ. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ വെറുതെ അതും ഇതും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. അനാവശ്യമായ ഡിസ്കഷൻസ് ഒക്കെ മാറ്റാം. നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. അതിനുള്ള എല്ലാ സാധ്യതകളും ഉള്ള സ്ഥലമാണ്. പക്ഷേ യു മസ്റ്റ് ടേക്ക് എ ഡിസിഷൻ. ഐ എം ഗോയിങ് ടു ചേഞ്ച്. പെർഫോമൻസ് P is equal to ആറ്റിറ്റ്യൂഡ് A പ്ലസ് സ്കിൽ S പ്ലസ് ഓപ്പർച്യൂണിറ്റി O എന്നാണ്. ഇതിന്റെ ഭഗവത്ഗീതയുടെ വേർഷൻ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. എപ്പോ? നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം, അതിനുള്ളൊരു മനസ്സ് വേണം, പിന്നെ അതിനുള്ളൊരു കഴിവും വേണം. ഇത് മൂന്നും ഉണ്ടെങ്കിൽ യു ക്യാൻ ഡു വണ്ടേഴ്സ്. അപ്പൊ അതുണ്ടാവട്ടെ. ആറ്റിറ്റ്യൂഡ് പ്ലസ് സ്കിൽ S, ഓപ്പർച്യൂണിറ്റി O. സ്വിമ്മിംഗ് പൂള് ഉണ്ട് എന്നുള്ളതാണ് ഓപ്പർച്യൂണിറ്റി. നീന്താനുള്ള കഴിവാണ് സ്കില്ല്. സ്വിമ്മിംഗ് പൂളും ഉണ്ട്, നീന്താനും അറിയാം, പക്ഷെ നീന്തില്ല. എന്താ കാരണം? ആറ്റിറ്റ്യൂഡ് ഇല്ല. ചിലർക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ട് പക്ഷെ സ്കില്ലില്ല എന്ന് പറയും. തെറ്റാണ്. ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ എന്തായാലും സ്കില്ല് നേടാൻ പറ്റും. ചിലർക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് പറയും. അതും തെറ്റാണ്. മൂവാറ്റുപുഴയെന്ന് ഒരു പയ്യൻ വിളിക്കണു തന്നെ. 12ാം ക്ലാസ് പാസ്സായി, +1 +2 മാത്സ് ഫിസിക്സ് കെമിസ്ട്രിയാണ് പഠിച്ചത്. നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ പോകണമെന്നാണ് ആഗ്രഹം. ഞാൻ എന്താ ചെയ്യണം? ഞാൻ പറഞ്ഞു, അടുത്ത ആഴ്ച കണ്ണൂര് എൻ്റെ തറവാട്ടിൽ ഒരു ക്യാമ്പുണ്ട്, അതിനകത്ത് വേണ്ട അറ്റൻഡ്. അയ്യോ, കണ്ണൂരാ? അത് പറ്റില്ല, ഇത് കുറേ ദൂരല്ലേ. ഈ ഭാഗത്തെങ്ങാണ്ടുണ്ടെങ്കിൽ ഞാൻ വരാം. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യും, മോൻ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ചേരണം. പക്ഷേ മൂവാറ്റുപുഴയിൽ നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നൊരു കാലം വരും, അന്ന് നിനക്ക് അവിടെ ചേരാം. അല്ലേ? നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ പോകണമെങ്കിൽ അവൻ ഡൽഹിയിൽ സെലക്ഷന് പോകണം, അത് കഴിഞ്ഞ് ട്രെയിനിങ്ങിന് ഡെറാഡൂണും മുസൂറിയൊക്കെ പോകണം. അതിനൊന്നും തയ്യാറല്ലാത്തവന് അവിടെ പോകാൻ പറ്റും. അപ്പം മെനക്കെടാൻ തയ്യാറാണ്, അത്യാവശ്യമായിട്ട് വേണ്ട. യു മസ്റ്റ് ജമ്പ് ഇൻ ടു ആക്ഷൻ. ഉദ്യമം, പ്ലാൻ ഉണ്ട്. ഉദ്യമം, പ്ലാൻ, കാര്യമില്ല. സാഹസം, ജമ്പ് ഇൻ ടു ആക്ഷൻ. അതിനെന്ത് വേണം? ഉദ്യമം, സാഹസം, ധൈര്യം. ഉദ്യമം, സാഹസം, ധൈര്യം. ധൈര്യം അതിര് കടന്നാൽ ചിലപ്പം അതിസാഹസാവും. ഓടുന്ന ട്രെയിനിന്റെ മുമ്പിലൊക്കെ ചാടിക്കളയും. അത് പാടില്ല. ഉദ്യമം, സാഹസം, ധൈര്യം. എപ്പോഴാ അതിധൈര്യമൊക്കെ കാണിച്ചിട്ട് സാഹസം അതിസാഹസമൊക്കെ ആയിട്ട് അപകടത്തിൽ പാടുക? അടുത്ത സ്റ്റെപ്പ് ഇല്ലാണ്ടിരുന്ന, ബുദ്ധി ഇല്ലാണ്ടിരുന്ന. അപ്പൊ ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി വേണം, പിന്നെ ശക്തിയും വേണം. അപ്പൊ ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി.
ഇതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. അടുത്തിരിക്കുന്ന ആൾ നല്ലതല്ലെങ്കിൽ അയാളോട് ധൈര്യമൊക്കെ ഉണ്ട്, നമുക്ക് പോവാം. വേണ്ടാടി, അവിടെ ഇരിക്കുന്ന ഇപ്പൊ തൽക്കാലം. അങ്ങനെ പറയുമ്പോൾ മിണ്ടാണ്ടിരിക്കുന്ന സ്വഭാവമാണെങ്കിൽ അവർക്കില്ലാത്തതാണ് പരാക്രമം. എന്താണ് പരാക്രമം? ആരെങ്കിലും എൻ്റെ ആഗ്രഹത്തിന് എതിര് നിൽക്കുമ്പോൾ ഒരൊറ്റ അടി കൊടുക്കുക. നീ നിന്റെ പണി നോക്ക്, ഞാൻ എൻ്റെ പണി നോക്കിക്കളന്നുണ്ട്, അപ്പൊ അവരെ പിടിച്ചോളാം. അല്ലെങ്കിൽ തീർന്നു. അതുകൊണ്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെ വേണ്ടാന്ന് വെക്കരുത്. പക്ഷെ എന്ത് ആഗ്രഹമാവണം? ഏത് കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിട്ട് അയ്യോ വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന ഒരു കാര്യം ചെയ്യരുത്. പല ആഗ്രഹങ്ങളും അങ്ങനെയാണ്. തൽക്കാലം ഹാപ്പിനെസ് വരും, കുറച്ച് കഴിയുമ്പോ അല്ലേ, ഇവിടെ ചൊറിച്ചിൽ വരുമ്പോ എന്ത് സുഖം ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോ അയ്യോ വേണ്ടായിരുന്നു, ആകെ ബ്ലഡ് വരും. ഏത് കാര്യവും ചെയ്യുമ്പോൾ സുഖം ഉണ്ടാവും, പക്ഷെ കുറച്ച് കഴിയുമ്പോ വേണ്ടായിരുന്നു. അങ്ങനെ ഒരു പണിക്കും പോയി. അണ്ടർസ്റ്റുഡ്? ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധിശക്തി, പരാക്രമം, ഷഠേതേ എത്ര വർത്തന്തേ. ഈ 6 ക്വാളിറ്റീസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ ആര് വരും? ദൈവം തത്ര പ്രകാശയേത്. അവിടെ ഭഗവാൻ വന്നോളുന്നാണ്. നമ്മൾ ഒരു ക്ഷേത്രത്തിലും പോകേണ്ട കാര്യമില്ല. പലരും ചോദിക്കാണ്ട് ക്ഷേത്രത്തിൽ പോയി എന്ത് കിട്ടിയെന്ന്, പായസം കിട്ടിയെന്ന്. അത് കടയിലും കിട്ടൂലേ അല്ലേ? എന്നാ ക്ഷേത്രത്തിൽ പോയിട്ട് എന്ത് കിട്ടി വെച്ചാൽ എനിക്ക് ഭഗവാനെ കിട്ടിയെന്ന് ആരെങ്കിലും പറയാം. ഗുരുവായൂർ പോയിട്ട് എങ്ങനെയുണ്ട്? എന്താ തിരക്ക് കാണാൻ ഗുരുവായൂർ പോകണം, മാർക്കറ്റിൽ പോയാൽ മീൻ മാർക്കറ്റിൽ പോയാൽ അതിനേക്കാളും തിരക്കുണ്ടാവില്ലേ? അപ്പൊ അവിടെ പോയിട്ട് കാണുന്നത് എന്താ? തിരക്കാ അല്ലേ? ഗുരുവായൂർ പോയിട്ട് ആകെ ക്ഷീണിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോകണം. നിങ്ങൾ കേൾക്കുന്നത് ശരിക്കും ശ്രദ്ധിക്കുമ്പോഴാ മനസ്സിലാവുക. കാരണം എന്തിനാണോ പോകുന്നത് എന്ന് അവർക്ക് തന്നെ രൂപമില്ല. ചില സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് ലീവ് എടുക്കാനേ പറ്റില്ല. എന്താ കാരണം? ഓൾറെഡി ഫീസൊക്കെ കൊടുത്തതല്ലേ. അതോ മണ്ടത്തരം. എന്നിട്ട് അവിടെ പോയിരിക്കുന്ന അതിനേക്കാളും മണ്ടത്തരം. നമ്മൾ ചെലവഴിക്കുന്ന കാശാണ് ക്വാളിറ്റി എന്ന് വിചാരിക്കുന്ന പലരും ഉണ്ട് അല്ലേ? ഭക്ഷണം കഴിച്ച് കളയാൻ പാടില്ല. എന്താ? കാശ് കൊടുത്ത് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയതല്ലേ. അപ്പൊ കളയാൻ പാടില്ലാത്തുള്ളതുകൊണ്ട് എന്ത് ചെയ്യും? കളയേണ്ട സാധനവും കളയാതെ കഴിക്കും. അപ്പൊ ഇതെന്തായി? ഡസ്റ്റ്ബിന്നായി. ആണോ അല്ലയോ? ചത്ത ശവം ദഹിപ്പിക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താണ്? ശ്മശാനം. ചത്ത ശവം ദഹിപ്പിക്കുന്ന വയറിന്റെ പേരെന്താണ്? അല്ലെ? ഇപ്പൊ എത്ര മൊബൈൽ ശ്മശാനങ്ങളാണ് എന്റെ മുമ്പിൽ നോക്കുക. അഗ്നിയിലിട്ട് ദഹിപ്പിക്കുന്നത് തന്നെയാണ് ദഹനം. നല്ലപോലെ ചീഞ്ഞു നാറിയ സാധനത്തിനെ കുറെ മസാലയൊക്കെ ഇട്ടിട്ട് എണ്ണയിൽ പൊരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു മണം വലിയ ടെംപ്റ്റിംഗ് ആണ്. എന്താ കാരണം? മസാലയാണ് മണം ഉണ്ടാക്കുന്നത്. അണ്ടർസ്റ്റുഡ്? അപ്പൊ അത് കഴിച്ചാൽ എന്തുണ്ടാവും നിങ്ങൾക്ക്? ആ ശവം ആവുന്നതിന് മുമ്പ് ആ മൃഗത്തിൽ എന്തായിരുന്നോ ആറ്റിറ്റ്യൂഡ് അത് നിങ്ങളിലേക്കും വരും. ഒരു മീൻ മരിക്കുമ്പോ ശ്വാസം കിട്ടാതെ പെട്ടഞ്ഞിട്ടാണ് മരിക്കുന്നത്. ആണോ അല്ലയോ? അപ്പൊ അതിനകത്ത് ഉണ്ടാക്കുന്ന എത്ര ബയോകെമിസ്ട്രി ഉണ്ടാവും എന്ന് ആലോചിച്ചു. നമ്മൾ ഇന്ന് ക്ലാസ് തുടങ്ങുന്ന ബയോകെമിസ്ട്രിയിലാണ്. അപ്പൊ എത്ര കെമിസ്ട്രി ആ ബ്ലഡിൽ ഉണ്ടായിട്ടുണ്ടാവും. കാരണം നമ്മുടെ ഓരോ അസുഖങ്ങളും ഓരോ സൈക്കോളജിയും ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? കെമിസ്ട്രിയിൽ. അതെവിടെ ആദ്യം ടെസ്റ്റ് ചെയ്യാം? നമ്മള് ബ്ലഡിൽ. ഏതെങ്കിലും ജീവി മരിക്കുമ്പോൾ ബ്ലഡ് കംപ്ലീറ്റ് ക്ലീൻ ആക്കിയിട്ടുള്ള ശവാണോ നിങ്ങൾ തിന്നുന്നത്? അല്ല. എവറി മീറ്റ് ഹാസ് ഗോട്ട് ബ്ലഡ് ഇൻസൈഡ്. ഓരോ മീറ്റും റെഡിഷ് കളർ ആവുമ്പോഴാണ് നിങ്ങൾക്ക് ഇഷ്ടം. കാരണം അതിനകത്ത് ബ്ലഡ് ഉള്ളതാണ്. ആ ബ്ലഡിലുള്ള കെമിസ്ട്രി എന്താണ്? നിറയെ ഏത് മനോ അവസ്ഥയിലാണോ ആ ജീവി ചാവുന്ന സമയത്ത്, കൊല്ലുന്ന സമയത്ത് അതിനുണ്ടായിരുന്ന എല്ലാ വികാരങ്ങളും നിങ്ങളിലേക്ക് വരും. അത് ദേഷ്യമായിട്ടും ശ്വാസം മുട്ടായിട്ടും അഹങ്കാരമായിട്ടും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മൂക്കും വായും പിടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ദേഷ്യം തോന്നുമോ അതൊക്കെ ആ ജീവികളിലൂടെ നിങ്ങളിലേക്ക് വരും. എൻ്റെ മോന്
ചിക്കൻ ഇല്ലാണ്ട് ചപ്പാത്തി ഇറങ്ങില്ല കേട്ടോ. ജനിക്കുമ്പോഴേ ചപ്പാത്തിയും ചിക്കനുമായിട്ടല്ലേ വയറ്റുനിന്ന് ഇറങ്ങിയത്. ഈ അമ്മക്ക് തിന്നാൻ ഇഷ്ടമായതുകൊണ്ട് മക്കളുടെ പേര് പറഞ്ഞിട്ട് മേടിച്ചിട്ട് കഴിക്കുന്നതാണ്. എൻ്റെ അടുത്ത് ക്യാമ്പിന് വരുന്ന സമയത്ത് ഗൾഫിൽ നിന്നൊക്കെ ഉള്ളതാണ്. എല്ലാ ദിവസവും രാവിലെ പിസ്സ, വൈകുന്നേരം മറ്റേ എന്തെങ്കിലും സാധനങ്ങൾ, അത് കഴിഞ്ഞിട്ട് രാത്രി ചിക്കൻ, ഇതൊക്കെയായിരുന്നു ഭക്ഷണം. ഞാൻ വെജിറ്റേറിയനായി കൊടുക്കാറുള്ളൂ. ഞാൻ കഴിക്കില്ലാണ്ട് പ്ലേറ്റ് തട്ടി ഞാൻ പോയി കിടന്നുറങ്ങിക്കോ മോനെ, ഭക്ഷണമില്ല. 11 മണിയാകുമ്പോൾ വിശക്കണോ എന്തെങ്കിലും തരുമോ? ഞാൻ ഇല്ല മോനെ, എനിക്ക് ചിക്കനല്ലേ പോവുള്ളൂ, നാളെ ആലോചിക്കാം നമുക്ക്. ആദ്യമായിട്ടായിരിക്കും ജീവിതത്തിൽ നല്ല റിച്ച് ആയിട്ടുള്ള ഒരാളുടെ മോന വിശന്ന് കിടന്നുറങ്ങി രാവിലെ വരുമ്പം ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ്? പുട്ടും കടലയും. എന്തായാലും കുഴപ്പമില്ല എനിക്ക്. അതിന്റെ പടം എടുത്തിട്ട് അമ്മക്ക്, എൻ്റെ മോൻ പുട്ട് കഴിച്ചോ? എൻ്റെ ഭഗവാനെ, എത്ര കാലമായി ഇത് കാണാൻ വേണ്ടി കൊതിക്കും. പാരം വിശപ്പിന് കറിയും വേണ്ട, ഭാരിച്ചുറക്കിന് പായും വേണ്ടെന്നാണ് എൻ്റെ അമ്മയൊക്കെ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ വളരെ റിച്ച് ആയിരുന്നു. അമ്മയ്ക്ക് 5 ലക്ഷം ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് പഴയ ജന്മിയാണ്. പക്ഷെ നല്ല ദാരിദ്ര്യത്തിലാണ് ജീവിച്ചിരിക്കുന്നത്. എല്ലാ പണിയും ചെയ്യിപ്പിക്കും, നല്ലോണം കഷ്ടപ്പെടണം എന്ന് പറയും. ഇതൊന്നും നമ്മുടെ ഭാഗമല്ല എന്നുള്ള വിധത്തിൽ ജീവിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നും വേണ്ട എന്നുള്ള തരത്തിൽ ജീവിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പറയും, നല്ലോണം വിശന്ന എന്ത് വേണ്ട, കറിയൊന്നും ആവശ്യമില്ല. ഇപ്പൊ ജീവിതത്തിൽ ലാവിഷ് ആവാം, പക്ഷെ അതൊന്നും ഇല്ലെങ്കിലും ജീവിക്കാൻ പഠിക്കണം. കൈലാസത്തിലൊക്കെ പോകുന്ന സമയത്ത് 7 ദിവസം 10 ദിവസമൊക്കെ കുളിക്കാനും പറ്റില്ല, വാഷ്റൂമോ ടോയ്ലറ്റോ ഒന്നും ഉണ്ടാവില്ല, ടെന്റിലാണ് ജീവിക്കേണ്ടത്. ഇങ്ങനെ യാത്രയല്ലേ. ഓരോ ശരീരത്തിന്റെ ഭാഗത്തു നിന്നും ബ്ലഡ് ഊസ് ചെയ്യും. എല്ലാ ഫിംഗറിൽ നിന്നും, മൂക്കുന്നും, കണ്ണുന്നും, ചെവിയിൽ നിന്നും ഒക്കെ ബ്ലഡ് വരും പ്രഷർ മാറുമ്പോൾ. എന്തിനാ കഷ്ടപ്പെട്ട് പോണേ? ഇങ്ങനെയും അവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ നമ്മൾ കാണണം, അവരുടെയൊക്കെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും അങ്ങനെ ജീവിക്കണം എന്നല്ല. യു മസ്റ്റ് നോ വാട്ട് അതേഴ്സ് ഹാവ്. നിങ്ങൾക്ക് എന്തുണ്ട്, ബാക്കിയുള്ളവർക്ക് എന്തില്ല എന്നും കൂടി അറിയുമ്പോഴാണ് നിങ്ങൾ വിചാരിക്കുക, ഓ ഐ ആം ഡൂയിങ് ഗ്രേറ്റ്. നല്ല ഫെസിലിറ്റി ഉള്ള, നല്ല അറ്റ്മോസ്ഫിയർ ഉള്ള, നല്ല സ്വഭാവങ്ങളൊക്കെ ഉള്ളതാണ്. ഞാൻ എല്ലാ സ്കൂളിലും പോയിട്ട് പറയാറുള്ളത്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് മാസ്റ്റേഴ്സ്, നിങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാം സർവൻസ് ആണ്. കാരണം അവർക്ക് ശമ്പളം കൊടുക്കുന്നത് നിങ്ങളുടെ കാശ് കൊണ്ടാണ്. ആണോ അല്ലേ? ആരാർക്കാ കാശ് കൊടുക്കണത്? മനസ്സിലാവേണ്ട പറയണ. ഇപ്പൊ ടീച്ചേഴ്സ് നിങ്ങളെ സെർവ് ചെയ്യേണ്ടവരാണ്. പക്ഷേ ക്ലാസ്സിൽ ഡിസിപ്ലിൻ ഉണ്ടാക്കേണ്ടത് ബാക്കിയുള്ളവർക്കും കൂടി ഉപകാരം ചെയ്യുന്ന തരത്തിൽ എല്ലാവർക്കും സെർവ് ചെയ്യണമെങ്കിൽ ഡിസിപ്ലിൻ ഉണ്ടാക്കണം. പോലീസ് ഈസ് ദ സർവന്റ് ഓഫ് ദ സൊസൈറ്റി എന്നാണ്. പക്ഷെ അവരുടെ ഡിസിപ്ലിൻ ഉണ്ടാക്കേണ്ടത് അവരുടെ കടമയാണ്. നിങ്ങൾക്ക് അത് ഇല്ലാത്തത് കൊണ്ടാണ് അത് ഉണ്ടാക്കേണ്ടി വരുന്നത്. ഇപ്പൊ 2 ഭാഗമായിട്ടും കാണും. റണ്ണിങ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ബിഗ് ജോബ്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാവേണ്ടത്, ഈ സ്കൂളിന് കുറേ ഫെസിലിറ്റി ഉണ്ട്, നല്ല ടീച്ചേഴ്സ് ഉണ്ട്, ഒന്നും കാര്യമില്ല. നമ്മൾ ഈ സ്കൂളിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള എത്ര കുട്ടികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളും നല്ല പൊസിഷനിൽ, നല്ല റിച്ച് ആയിട്ടുണ്ടോ, നല്ല ഫേമസ് ആയിട്ടുണ്ടോ, നല്ല അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ടുണ്ടോ, നല്ല ജഡ്ജിമാരായിട്ടുണ്ടോ? എല്ലാവരെയും ഒന്നും ആക്കാൻ പറ്റണമെന്നില്ല. നിങ്ങളിൽ ഏതെങ്കിലും ഒരു കുട്ടി വലിയ പൊസിഷനിൽ എത്തുമ്പോൾ നിങ്ങൾ എല്ലാവരും പറയും അയാൾ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു, പറയൂല്ലയോ? അല്ലേ? അങ്ങനെ ബാക്കിയുള്ളവരെ കുറിച്ച് നിങ്ങൾ പറയണോ, അല്ല നിങ്ങളെ കുറിച്ച് ബാക്കിയുള്ളവർ പറയണോ? നിങ്ങൾ ആലോചിക്കണം. നിങ്ങളെ കുറിച്ച് ബാക്കിയുള്ളവർ പറയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മാറണം. അപ്പൊ മാറുക, ഇന്ന് മുതൽ മാറും. ഇപ്പൊ ഞാൻ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡിസ്കഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചോദിക്കാം ഇന്ന് എന്നായിരുന്നെങ്കിൽ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോന്ന് പറയുമ്പോൾ ഒട്ടനെ 2 ആൾ കൂടി നമുക്കിത് ചോദിക്കാമല്ലേ എന്ന് പറയും. പക്ഷെ നിങ്ങളുടെ ഡിസ്കഷൻ ഒന്നും അതായിരുന്നില്ല. ഞാൻ അതുവഴിയൊക്കെ നടന്നു വരുമ്പോൾ ഇതൊക്കെ കേട്ടോണ്ടാ വരുന്നത്. നിങ്ങളുടെ ഓരോ ടോപ്പിക്കുകളും ഞാൻ കേൾക്കുന്നുണ്ട്. സോ ദാറ്റ് ഷോസ് യുവർ സ്റ്റാൻഡേർഡ്. ചേഞ്ച്. ഒരാഴ്ചയുള്ളൂ. ഇല്ല നമുക്കായൊരു സന്ധ്യരാപ്പാതിയല്ലാതെ മറ്റൊന്നുമില്ലെന്നിരിക്കവേ അർത്ഥം കൊടുത്തു ഒലിപ്പിച്ചെടുക്ക നാം. കടമ്മനിട്ടയുടെ പഴയ കവിത. അപ്പൊ നമ്മൾ അതുപോലെ ഓരോ സമയവും, കുറച്ച് സമയമുള്ളൂ, കുറെ കാലം ഉണ്ടെന്നൊന്നും വിചാരിക്കണ്ട. ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളൊന്നും ഇനി ഞാൻ കണ്ടു വരില്ല. ഈ ഒരു 2-3 ദിവസം യൂസ് ആസ് മച്ച് ആസ് യു ക്യാൻ. അതിനാണ് ഇവിടെ വന്നത്. സോ യുവർ ഫോക്കസ്, ഒബ്ജക്റ്റീവ്, സ്കോപ്പ് എന്ന് പറയുന്നത് ഹൗ ടു ആസ്ക് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഗെറ്റ് ഹൗ മച്ച് യു ക്യാൻ ഗെറ്റ്.
അത് എങ്ങനെ കിട്ടുമെന്ന് നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതിൻ്റെ എന്തൊക്കെയോ ചോദിക്കാം നിങ്ങൾക്ക്. അതാണ് ഉണ്ടാകുന്നത്. ഫൈൻ. അതുകൊണ്ട് ജ്യോതിഷത്തിനെ കുറിച്ചൊന്നും വേവലാതിപ്പെടണ്ട, ഒക്കെ മാറ്റാൻ പറ്റും. യു ക്യാൻ ഡിസൈഡ് എലോങ് വിത്ത് ഹും യു ആർ. അവരും കൂടി നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. കുറേ ദൂരെയുള്ള പ്ലാനറ്ററി സിസ്റ്റത്തിൽ നിന്നും വലിയ ഇൻഫ്ലുവൻസ് ഒന്നുമില്ല. അതിനേക്കാളും ഇൻഫ്ലുവൻസ് നമ്മൾ ഇടപെടുന്ന ആൾക്കാരുമായിട്ടാണ്. അതുകൊണ്ടാണ് പണ്ട് ജാതകം നോക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും കൂടെ നോക്കുന്നത്. എന്തിനാ കാരണം? പ്ലാനറ്റ്സിനേക്കാളും ഇൻഫ്ലുവൻസ് അവർ തമ്മിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പം അത് ഈ കാലത്തൊന്നും ബാധകല്ല. ബ്രഹ്മചാരികളാണെങ്കിൽ ബ്രഹ്മചര്യത്തിൽ ജ്യോതിഷത്തിന് ബാധകില്ല. ദാമ്പത്യത്തിൽ കുടുംബത്തിൽ വരുമ്പോഴേ ജ്യോതിഷമൊക്കെ നോക്കണ്ടു. അതുകൊണ്ട് മക്കളുടെ ജ്യോതിഷം നോക്കിയിട്ട് ഇവൻ പഠിക്കുവോ, ഇവൻ എഞ്ചിനീയർ ആവുമോ ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അവരുടെ ഫ്രണ്ട്സിനെ നോക്കിയിട്ട് പറയാം ഇയാൾ എഞ്ചിനീയർ ആവും, ഡോക്ടർ ആവും. കാരണം സിമിലർ ബേർഡ്സ് വിൽ ഫ്ലൈ ഓൾ ടുഗദർ. ഒരേ സ്വഭാവമുള്ള പക്ഷികളൊക്കെ കൂടിയാണ് പറക്കുക. ഇപ്പോൾ സ്കൂൾ നന്നാവുന്നത് ഒരു കുട്ടിയല്ല, ഒരു കുട്ടി മാത്രമാണ് സ്കൂളിൽ നല്ലതെങ്കിൽ അവർക്ക് അവാർഡ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ അച്ഛനും അമ്മക്കാണ് അവാർഡ് കൊടുക്കേണ്ടത്, കാരണം അവരാണ് അവരെ അങ്ങനെയാക്കിയത്. ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികളും അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ് ടീച്ചറാണ് ഏറ്റവും നല്ല ടീച്ചർ. ആ സ്കൂളിലെ എല്ലാവരും നല്ലതാണെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പളും ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷനും നടത്തുന്നവരൊക്കെയാണ് അവാർഡ് കൊടുക്കപ്പെടുന്നത്. ഒരു കുട്ടി മാത്രം ജില്ലയിൽ ഫസ്റ്റായി, അത് അവരുടെ പാരൻസിന്റെ ഗുണം, സ്കൂളിനൊരു ക്രെഡിറ്റും ഇല്ല. അപ്പൊ എല്ലാവരെയും നന്നാക്കണം. അപ്പൊ അതിനുള്ള ഒരു കൂട്ടായ്മയാണ് വേണ്ടത്. കുറേ അത്തരം സ്റ്റഡി പ്രോഗ്രാംസുകളൊക്കെയാണ് വേണ്ടത്. Got it? Okay, we'll stop for a while.